പ്രിയപ്പെട്ടവർ, നാസ്തിക് നേഷൻ സംഘടിപ്പിക്കുന്ന ടേബിൾ ടോക്കാണ്. ആദ്യം നമ്മൾ സംഘടിപ്പിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ അയോധ്യ വിഷയമാണ്. അയോധ്യ രാമൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്നാണ് വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ആധുനിക ഈ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന, അതായത് ജനുവരി 22 ഈ അയോധ്യയിൽ രാമൻ്റെ പ്രതിഷ്ഠ സംഘടിപ്പിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നടക്കുകയാണ്. അതോട് ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് തന്നെ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രം ഒരു മതരാഷ്ട്രത്തിലേക്ക് പോകുന്നു എന്നാൽ നമ്മൾ പല സെമിനാറുകളിൽ സംസാരിച്ചതാണ്. അത് ഏകദേശം സത്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിന് മതമില്ല, അതൊരു മതേതര രാഷ്ട്രമാണ്. അത് ജനാധിപത്യ സംരക്ഷണത്തിലേക്ക് പോകേണ്ട രാഷ്ട്രമാണ്. അതിനെല്ലാം ലംഘിച്ച് കൊണ്ട് മുന്നേറുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുക, പൊതുസമൂഹത്തിലേക്ക് ഇത് വ്യാപിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഈ മതരാഷ്ട്രീയം ശക്തമാവുന്നത് 1920 മുതലാണ്. 1920 മുതൽ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളും അതോടൊപ്പം തന്നെ ഇസ്ലാം പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയ രാഷ്ട്രീയ ശക്തികളും ശക്തമായിരുന്നു. ഹിന്ദുത്വത്തിൽ ഊന്നിയുള്ള ഹിന്ദു മഹാസഭയും RSSും ഒക്കെ ശക്തമായി പ്രവർത്തിക്കുകയും ഇത് 30കളിലും 40കളിലും അത് സജീവമായി വരികയൊക്കെ ചെയ്ത കാലഘട്ടമുണ്ട്. അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മൗദൂദ് പ്രസ്ഥാനങ്ങളുടെ അതും ശക്തമായി പോയിക്കൊണ്ടിരിക്കും. മതരാഷ്ട്രീയത്തിൻ്റെ എപ്പോഴും വേരോട്ടമുള്ള ഒരു രാജ്യമായി തന്നെ ഇന്ത്യ മാറിക്കൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1949 ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസംബർ മാസം 22 തോന്നുന്നു ഈ ബാബറി മസ്തി എന്ന ആ പള്ളിക്കകത്ത് ശ്രീരാമൻ്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെടുകയാണ്. അത് 60 അംഗങ്ങൾ ചേർന്ന സംഘം കൊണ്ടുവച്ചെന്ന് പറയപ്പെടുന്നു. എന്തായാലും അവിടെ അന്ന് മുതൽ ഈ വിഗ്രഹം അവിടെ കാണപ്പെടുകയാണ്. ഇതുമൂലമാണ് ബാബറി മസ്തി പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം ബാബറി മസ്തി ഇരുന്ന സ്ഥലം ഒരു രാമൻ്റെ ജന്മസ്ഥലമായ ക്ഷേത്രമായിരുന്നുവെന്നും ആ വാദത്തിൽ നിന്നാണ് ഈ തർക്കമുണ്ടായി വരുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇന്ത്യയിൽ പല രാജാക്കന്മാർ ഭരിച്ചിരുന്നു, മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്നു ഒക്കെയാണ്. ഇപ്പം പല ക്ഷേത്രങ്ങൾ കുഴിച്ചാൽ തന്നെ ബുദ്ധമതത്തിൻ്റെ ശില്പങ്ങൾ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ജൈനമതത്തിൻ്റെ ശില്പങ്ങൾ കണ്ടിരിക്കാം. പള്ളികൾ പൊഴിച്ചാൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ശില്പങ്ങൾ കണ്ടിരിക്കാം. അതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. ഈ 1949 ശേഷം ഈ വിഗ്രഹം അവിടെ സ്ഥാപിച്ചതിന് ശേഷമാണ് ഇത്രയും അതിരൂക്ഷമായ സംഭവം നടക്കുന്നത്. അന്ന് UP-യിലെ മുഖ്യമന്ത്രി ആയിരുന്ന GB പന്ത് അദ്ദേഹം ഈ വിഗ്രഹം വച്ചതിന് ബന്ധപ്പെട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോട് സംസാരിച്ചപ്പോൾ നെഹ്റു, ഒരു മതേതരവാദിയും യുക്തിവാദിയുമായ നെഹ്റു അതിനെ വളരെ നിസ്സാരമായാണ് എന്നെ കണ്ടത്. അങ്ങനെ ഒരു സാധനം വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് അവിടുത്തെ നദിയിൽ, സരയൂ നദിയിലേക്ക് ഒഴുക്കിക്കളയൂ എന്ന് പറഞ്ഞുള്ള ഒരു നിസ്സാരമായ സംഭാഷണത്തിലൂടെ എന്നെ കാണുകയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. ആ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തില്ല. അന്ന് അവിടുത്തെ ഈ അയോധ്യ എന്ന് പറഞ്ഞ പ്രദേശത്തിലെ ഫൈസാബാദ് ജില്ലയിലെ കളക്ടറായിരുന്നത് കേരളത്തിലെ കായംകുളത്തുകാരനായ KK നായരാണ്. ഈ KK നായർ ഇതിനു വേണ്ടിയുള്ള എല്ലാ സംരക്ഷണം ചെയ്ത് കൊടുക്കുകയും അത് അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതായത് രാമൻ്റെ ജന്മഭൂമി ആണ് എന്ന വാദത്തിൽ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് കോടതിയിലേക്ക് പോവുകയും കോടതിയെ സംബന്ധിച്ചുള്ള ആരാധന സ്വാതന്ത്ര്യം എല്ലാം അനുവദിക്കുകയാണ്. അതുകൊണ്ട് ആരാധന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുള്ള കോടതി, UP ഹൈക്കോടതി, അലഹബാദ് കോടതിയുടെ ഒരു വിധി വന്നു. അങ്ങനെ അങ്ങ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ രാമൻ എന്ന് പറഞ്ഞ ഒരു രാമായണത്തിലെ ഒരു കഥാപാത്രം, അതായത് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയയാണ്. വേറെ അനേക ദൈവങ്ങളുണ്ട്, കോടാനുകോടി ദൈവങ്ങളുണ്ടാണ് നമ്മൾ ഹിന്ദു പുരാണങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ രാമൻ മാത്രം ഇങ്ങനെ ഇതിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ അവിടുത്തെ പറയുന്നത് രാമൻ അയോധ്യയിലല്ല പല സ്ഥലത്തും ജനിച്ചപ്പെടുന്നത് പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ചരിത്രകാരനായ വെള്ളാട് രാമേന്ദ്ര സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് ചോദിച്ചുമറിയാം. ഈ രാമൻ എങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഫോമായിട്ട് ഇന്ത്യയിൽ വന്നു? അദ്ദേഹം അയോധ്യയിലാണ് ജനിച്ചത്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ രാമായണത്തിലെ, അത് പുരാണ രാമായണ കഥാപാത്രത്തിലെ ഒരു കഥാപാത്രമായിട്ടാണ് ഞങ്ങളൊക്കെ യുക്തിവാദികളായ ഞങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഈ കഥാപാത്രം ഒരു ദൈവമാവുകയും അതൊരു മാതൃകാ പുരുഷനായി മാറുകയും രാഷ്ട്രത്തിൻ്റെ ഒരു പുരുഷനായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഈ രാമനെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. നമസ്കാരം.
ഈ രാമൻ ഒരു മര്യാദ പുരുഷോത്തമൻ എന്നുള്ള നിലയിൽ ഒരു ഇന്ത്യയുടെ പ്രതീകമെന്നുള്ള നിലയിലൊക്കെയാണിപ്പോൾ അവതരിപ്പിച്ചു വരുന്നത്. പക്ഷെ അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു, ഏത് രാമൻ? അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുമ്പോൾ ചിരി വരാൻ പലർക്കും, ഏത് രാമൻ എന്ന്. കാരണം ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നിരവധി രാമന്മാരെ കാണാൻ പറ്റും. പഴയ ഒരു കാൻറ്റർബറി ബിഷപ്പിൻ്റെ പേര് മൈക്കേൽ റാംസെ എന്നായിരുന്നു. 1985 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പേര് സിറിയക് റാംഫോസ് എന്നായിരുന്നു. റാംഗേറ്റ് എന്ന് പറയുന്നൊരു സ്ഥലം ഇന്നും ബ്രിട്ടനിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി റാംസെ, റാംപാൽ എന്ന് പറയുന്ന നിരവധി രാമന്മാരെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും. അതിൽ വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം, ഈ നമ്മൾ രാമന് 2 പുത്രന്മാരുള്ളതായിട്ട് നമുക്കറിയാം, ലബനും കുശനും. ഈ കുശനെക്കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിലുണ്ട്. അതായത് ഒരു വലിയൊരു പ്രളയത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ അതിന് ഈ വെള്ളത്തിൽ നോഹയുടെ പെട്ടകം വളരെ പ്രസിദ്ധമാണ്. ആ പെട്ടകത്തിൽ ഉള്ളതിൽ നോഹയ്ക്ക് 3 പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഹാം എന്ന പുത്രന് ജനിച്ചൊരു മകനാണ് കുശൻ. കുഷ് എന്നാണ് അതിനകത്ത് പറയുന്നത്. ഈ കുഷിൻ്റെ മകനാണ് രാമൻ. അപ്പോൾ നോക്കണേ, ബൈബിളിലെ രാമനിൽ കുശൻ്റെ മകനാണ് രാമൻ. ഇന്ത്യയിലെത്തിയപ്പോൾ രാമൻ്റെ മകനായി കുശൻ. അപ്പോൾ ഇത്തരത്തിൽ ഈ രാമൻ, നിരവധി രാമന്മാരെ നമുക്ക് ഈ മധ്യേഷ്യയിൽ, യൂറോപ്പിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, ഏത് രാമൻ? മാത്രമല്ല, ഈ രാമ എന്ന് പറയുന്ന സ്ഥലപ്പേരുണ്ട്, നിരവധി സ്ഥലപ്പേരുകളുണ്ട്. അത് നമുക്ക് ഈ നമ്മുടെ പാലസ്തീൻ യുദ്ധം ഇപ്പോൾ നടക്കുകയാണ്. ഈ പാലസ്തീൻ വിമോചന പോരാളി ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് യാസർ അരാഫത്ത്. യാസർ അരാഫത്ത് മരിച്ചപ്പോൾ അദ്ദേഹത്തെ കബറടക്കിയ ഗ്രാമത്തിൻ്റെ പേര് രാമള്ള എന്ന. വളരെ കൗതുകകരമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള മെസോപ്പൊട്ടേമിയയിൽ രാമ എന്ന് പറയുന്നൊരു പട്ടണം ഉണ്ടായിരുന്നു. അത് ബൈബിളിൽ പറയുന്നൊരു പട്ടണമാണ് രാമ. അപ്പോൾ ഇനി ഈ രാമയുടെ അർത്ഥം നമ്മൾ തേടി പോകുമ്പോൾ ഹീബ്രു ഭാഷയിൽ അതിൻ്റെ അർത്ഥം ശ്രേഷ്ഠം എന്ന്. അപ്പോൾ ഹീബ്രു ഭാഷയിൽ, പഴയ ഹീബ്രു ഭാഷയിൽ ശ്രേഷ്ഠമെന്നുള്ള അർത്ഥത്തിൽ രാമ ഉപയോഗിക്കും. അപ്പോൾ രാമ എന്ന് പറയുന്ന ഒരു പൊതു പേരാണ്. ഇതിന് സമാനമായി ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പേര് ആര്യൻ എന്നാണ്. ഇപ്പോൾ നമ്മൾ പഴയ കാളിദാസൻ്റെ ഭാസൻ്റെ നാടകങ്ങളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പറയും, അതിനകത്ത് കഥാപാത്രങ്ങളെ ഈ സംബോധന ചെയ്യുന്ന ആര്യപുത്ര എന്നാണ്. ശ്രേഷ്ഠനായ പുത്രൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് ആര്യൻ എന്ന പദം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ കണ്ടുപിടിച്ച 4 വിശിഷ്ട സത്യങ്ങളാണ് ദുഃഖം, ദുഃഖകാരണം, ദുഃഖ നിവാരണം, അഷ്ടമാർഗം. അതിന് അദ്ദേഹം തന്നെ കൊടുത്ത പേര് ആര്യസത്യങ്ങളെന്ന്, ശ്രേഷ്ഠമായ സത്യങ്ങൾ. അത് മനുഷ്യൻ ജന്മം കൊണ്ട് തന്നെ അവൻ്റെ അടിസ്ഥാന വികാരം ദുഃഖമാണെന്നും അതിന് ഒരു കാരണമുണ്ടെന്നും അതിന് നിവാരണമുണ്ടെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിലേക്കല്ല നമ്മൾ കിടക്കുക. പക്ഷേ ഈ ശ്രേഷ്ഠമെന്ന പദത്തിൽ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പദം ആര്യനായിരിക്കുകയും ഹീബ്രുവിൽ ശ്രേഷ്ഠൻ എന്നുള്ള പദത്തിന് പകരം രാമൻ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ രാമൻ ഇന്ത്യയുടേത് മാത്രമാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? രാമൻ എന്ന പദം, ഞാൻ ഉദ്ദേശിച്ചത് രാമൻ എന്ന പദമാണ്. ഏത് ഭാഷയാണല്ലോ സർവ്വവ്യാപി. നമ്മുടെ സംസ്കാരത്തിൽ ഒരു ഭാഷയുള്ളതിൽ ഭാഷയ്ക്കൊരു സംസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഭാഷയെ ഒഴിവാക്കിക്കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊന്ന്. ഈ രാമായണത്തിൻ്റെ പ്രത്യേകത, രാമായണത്തിനപ്പോൾ നമുക്കറിയാം രാമൻ്റെ അയനമാണ്, രാമൻ്റെ യാത്രയാണ് എന്ന് സാമാന്യാർത്ഥം. ഇനി തിരിച്ചെന്ന് പറഞ്ഞാലോ രാമായണം എന്നും പറയാലോ. എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഇരുട്ട് എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അജ്ഞാനം മായാനുള്ളത് എന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ നിരവധി രാമന്മാരെ ഓരോരോ ആവശ്യത്തിന് ഓരോരോ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അയോധ്യയെക്കുറിച്ച് പറഞ്ഞു. ഏത് അയോധ്യ?
യുദ്ധവിരുദ്ധ മേഖലയാണ് അയോധ്യ എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്ന അയോധ്യ. പക്ഷേ തെക്കേ ഇന്ത്യക്കാരന് അവകാശപ്പെടാം. സേലത്തിനടുത്തൊരു അയോധ്യയുണ്ട്, അയോധ്യാപുരി. ഒരു തമിഴൻ പറയുന്നു ഞങ്ങളുടെ അയോധ്യയിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? നമുക്ക് നെറ്റിലടിച്ചു നോക്കിയാൽ കിട്ടും. വേറെ ദൂരെ എങ്ങും പോകണ്ട, അതിനകത്ത് അയോധ്യയുണ്ട്. അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ചൊക്കെ ഉണ്ട്. ഒരു കൊച്ചു ഗ്രാമമാണ്. ഇനി ലങ്ക, നമ്മൾ പറയുന്നത് ശ്രീലങ്കയാണ്. ഇന്നത്തെ ശ്രീലങ്കയിലാണ് സംഭവം നടന്നതെന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് 2 ലങ്കകളുണ്ട്. ഒന്ന് നമ്മുടെ കരമനയാറും കിള്ളിയാറും ഒഴുകിയെത്തുന്ന നമ്മുടെ തിരുവല്ലം. അവിടെ നിൽക്കുമ്പോൾ അക്കരെ ഒരു 2-2.5 ഏക്കർ സ്ഥലത്ത് രൂപപ്പെട്ട ഒരു ദ്വീപാണ്. അതിൻ്റെ പേര് ലങ്കയെന്നാണ്. അതുപോലെയാണ് പൂജപ്പുരയിൽ നിന്ന് മുടമുകൾ വഴി റോഡിലേക്ക് പോകുന്ന ആ റോഡ് ചെന്നിറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് ലങ്കയെന്നാണ്. അതുവഴി ബസ് സർവീസ് ഉണ്ടായിരുന്നു. ചെറിയ ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് ചെറിയ ബസ് ആദ്യകാലത്ത് അത് ഓടിയിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് അറിവ്. ആ ലങ്കയുണ്ട്. ഒറീസയ്ക്ക് അടുത്തൊരു ലങ്കയുണ്ട്. അവിടെയാണ് ഒരിക്കൽ ഈ അണുപരീക്ഷണമൊക്കെ നടത്തിയ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ലങ്കകൾ തന്നെ നിരവധി ലങ്കകൾ. ഏത് ലങ്ക, ഏത് അയോധ്യ, ഏത് രാമൻ എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മെജോറിറ്റി ഈസ് ദ അതോറിറ്റി എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. അതനുസരിച്ച് ഭൂരിപക്ഷം എന്ത് പറയുന്നു അതാണ് സത്യം എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ തള്ളിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഏഷ്യയിലും യൂറോപ്പിലും രാമനെന്ന ഒരു പൊതുപേര് ഉപയോഗിച്ചിരുന്നു. പേരിനോടൊപ്പം പേരിൻ്റെ വിശേഷണപദമായോ പേരിന് ശേഷമോ സ്ഥലനാമമായും വ്യക്തിനാമമായും ഉപയോഗിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട, അതായത് കുശനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് കൊണ്ട് തന്നെ രാമനും കുശനും രാമൻ്റെ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ ഒരു മിത്ത് നിലനിന്നിരിക്കാം. ഈ മിത്തിനെ വാൽമീകി ഒരു കാവ്യമാക്കി മാറ്റിയിരിക്കാം. അതുകൊണ്ട് ഈ രാമായണത്തിനെ ഒരു കാവ്യമായി, ഒരു മനോഹരമായ ഒരു കാവ്യമായി കാണുന്നതിന് പകരം ഇതിനെ ചരിത്രഗ്രന്ഥമായി കാണുന്നത് ചരിത്രത്തിനോടുള്ള അപരാധവും വാൽമീകിയോട് ചെയ്യുന്ന മഹാപരാധവുമാണ്. വാൽമീകി ഒരു മഹാകവിയാണ്. ആ കാവ്യഭംഗിയോടുകൂടി അതിനെ കാണേണ്ടതിന് പകരം നമ്മൾ അദ്ദേഹത്തിനെ ചരിത്രകാരനാക്കി, രാമായണത്തിനെ ചരിത്രമാക്കി, ആ ചരിത്രത്തിനെ ദേശീയമാക്കി, ആ ദേശീയതയെ രാഷ്ട്രീയമാക്കി, ആ രാഷ്ട്രീയത്തിലൂടെ അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത് സാഹിത്യത്തിനോട്, ഭാഷയോട്, സർഗസാഹിത്യത്തിനോടൊക്കെ ചെയ്യുന്ന ഒരു മഹാ അപരാധമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇത് ചരിത്രപരം. ഇതൊക്കെ നമുക്ക് ഒന്നും വേണ്ട, ബൈബിൾ നിഘണ്ടു എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് എത്ര രാമന്മാരും എത്ര രാമയുമായി ബന്ധപ്പെട്ട സ്ഥലമുണ്ടെന്ന് കിട്ടുന്നത്. വളരെ വലിയൊരു ഒരു ബുദ്ധിയൊന്നും നമ്മൾ അതിനകത്ത് പ്രയോഗിക്കേണ്ട കാര്യമില്ല. വലിയ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട. ഒരു ബൈബിൾ നിഘണ്ടു എടുത്ത് വായിച്ചാൽ മതി. പലതരം ബൈബിൾ നിഘണ്ടുമൊക്കെ അവൈലബിളാണ്. അതല്ലെങ്കിൽ ഈ ബൈബിളിൻ്റെ പഴയ നിയമം എടുത്ത് വായിച്ചാലും നമുക്ക് ആ വിവരങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ സീത കുളിച്ച കുളം. ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ് സീത കുളിച്ച കുളം. നെടുമങ്ങാട് പൊന്മുടി ഒരു സീത കുളിച്ച കുളമുണ്ട്. മെനഞ്ഞാന്ന് അവിടുത്തെ ഉത്സവം കഴിഞ്ഞേ ഉള്ളൂ. ശബരിമലയ്ക്കടുത്തൊരു സീത കുളിച്ച കുളമുണ്ട്. ഇങ്ങനെ സീത കുളിച്ച കുളങ്ങൾ നിരവധിയുണ്ട്. സീതാ തീർത്ഥം എന്നുള്ള പേരിൽ അത് അവിടെയൊക്കെ ആഘോഷങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ രൂപപ്പെട്ടു. ഈ അടുത്ത കാലത്ത് തന്നെ അതായത് ഇനിയിപ്പോൾ അതൊരു വലിയ മഹാക്ഷേത്രമായി മാറാം. രാജീവ് അഞ്ചൽ ഇവിടെ ചടയമംഗലത്ത് ജഡായുവിൻ്റെ ഒരു പക്ഷി പ്രതിമ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ അടുത്ത കാലത്താണ്. ഈ നമ്മുടെ തലമുറയ്ക്കൊക്കെ അറിയാം ഇത് എന്ത് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും 500 രൂപ ടിക്കറ്റ് വെച്ച് ആളുകളെ കയറ്റുകയാണ്. ഇവിടെ 500 രൂപയാണെന്നാണ്, 300 500 ആക്കിയെന്ന് കേട്ടു, ഞാൻ പോയില്ല. അപ്പോൾ ഇങ്ങനെ സീതയെ കട്ടുകൊണ്ട് രാവണൻ പോകുന്ന വഴിയിൽ ജഡായു എന്ന് എതിർത്തു എന്നും രാവണൻ വാളെടുത്ത് വെട്ടിയെന്നങ്ങനെ ചിറകറ്റ് വീണ ജഡായുവിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ക്ഷേത്രവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ഇതെങ്ങനെയാണ് ഈ മിത്തിനെ രാഷ്ട്രീയമാക്കുന്നതും രാഷ്ട്രീയത്തിനെ അധികാരത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോൾ അയോധ്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രവും നിർമ്മിച്ച ക്ഷേത്രവും അവിടുത്തെ ബിംബവും ഒക്കെ എന്നാണ് എൻ്റെ ഒരു ചരിത്ര ദൃഷ്ടിയാണ് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. നമ്മളെ EVR ഉണ്ടല്ലോ,
EVR രാമായണത്തെക്കുറിച്ച് പറഞ്ഞത് കെട്ടുകഥ എന്ന് തന്നെയാണ്. ഒരു കെട്ടുകഥ എന്നാണ്, എഡിറ്റ് ചെയ്ത കഥകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊരു സാഹിത്യ കൃതിയാണ്. നമ്മൾ സാഹിത്യ കൃതിയിലെ ഒരു കഥാപാത്രമാണ് ഈ സാറ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പുരുഷനായി മാറിയതെന്ന് പറയുന്നത്. ഇതിൽ R.J. ഭണ്ഡാർക്കറുടെ ഒരു പഠനമുണ്ട്. R.J. ഭണ്ഡാർക്കർ പറയുന്നത് ഇത് പിൽക്കാലത്ത് ഒരുപാട് കൂട്ടിച്ചെറുകലുകൾക്ക് വിധേയമായി. രാമായണത്തിൽ പറയും, ആദ്യത്തെ ബാലകാണ്ഡത്തിലാണല്ലോ മറ്റേ ഹോമം നടത്തുന്നതും പായസം ഉയർന്നു വരുന്നതും ഈ പായസം കൊണ്ടുവന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ദശരഥൻ്റെ ഭാര്യമാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കഥ വരുന്നത് ബാലകാണ്ഡത്തിലാണ്. അതിനകത്താണ് കുറേ ദൈവികമൊക്കെ വരുന്നത്. ഇത് പിൽക്കാലത്ത് എഴുതി ചേർത്തതെന്നാണ് പറയുന്നത്. കാര്യം ഭാഷാപരമായി മറ്റ് അധ്യായങ്ങളുമായി ഇതിന് അത്ര വലിയ ഒരു പ്രൗഢതയില്ല എന്നാണ്. സാറേ, അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാക്കുന്നത് രാമൻ ഒരു കഥാപാത്രമായ രാമൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട ഞാൻ നിരീക്ഷിക്കുന്നത് ഈ രാമായണ TV സീരിയൽ ഭയങ്കരമായ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രാമൻ ഒരു വലിയൊരു കഥാപാത്രമായി വരികയും ജനങ്ങളുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ രാമനായിട്ട് അഭിനയിച്ച കക്ഷികളെ തെരുവിൽ കണ്ട ആൾക്കാർ പൂജിക്കുമായിരുന്നു. അങ്ങനെ ആ രാമായണ സീരിയലിലെ ജനങ്ങളുടെ ഇടയിൽ രാമൻ ഒരു വലിയൊരു ബിംബമായി വന്നു എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. സംഭവം ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ രാമായണ സീരിയലിൽ ഇത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ TV പൂജ നടത്തിയ ആളുകളുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. TV-യിൽ ആ സമയത്ത് TV-യിൽ പൂജ നടത്തി. അല്ല, അതൊന്നും വേണ്ട. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഹനുമാന് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ടത് വരെ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതെല്ലാം ചെയ്തില്ല എന്നൊന്നും. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഒരാൾ കേൾക്കുമ്പോൾ ഇന്ത്യയെ മാനം കെടുത്താൻ ഇത്തരം ചില സംഭവങ്ങൾ ഉതകുമെന്നുകൂടി നമ്മൾ പറയും. ഞാൻ അടുത്ത് സാറിനിലേക്ക് വരാം. അതായത് എനിക്കൊന്ന് 1953 ഈ ആർക്കോളജി സർവേ ഓഫ് ഇന്ത്യ അവിടെ ഇത് ചെയ്യുന്നത്, സർവേ ചെയ്യുന്നത്. ആ സർവേയിലും ഒരിക്കലും ഈ ബാബറി മസ്ജിദിയുടെ അടിയിൽ ഈ ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ രാമക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പോലും പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറി. ഇന്ദിരാഗാന്ധിയുടെ വധം 1984 വരുന്നു. രാജീവ് ഗാന്ധി അവിടെ അധികാരത്തിൽ വരുന്നു. രാജീവ് ഗാന്ധി അധികാരത്തിൽ നിന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സുപ്രീം കോടതി വിധികൾ, ഷബാനു കേസ് വിധി വരുന്നു. ഷബാനുവിന് ജീവാംശം കൊടുക്കണം എന്ന കോടതി വിധി, സുപ്രീം കോടതി വിധി, അത് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ വളരെയധികം ഇതായി മാറി. രാജീവ് ഗാന്ധി ഗവൺമെൻറ് പ്രതിസന്ധിയിലായി. ആ സമയത്താണ് LK അദ്വാനി സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് രഥയാത്ര ആരംഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കുന്നു. അപ്പം LK അദ്വാനി സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഇവിടത്തേക്ക് രഥയാത്ര നടത്തുന്നു. അപ്പോൾ ഈ കോടതി വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഈ ഹിന്ദു സംഘടനകളും പ്രത്യേകിച്ച് പുരോഗമന സംഘടനകളെല്ലാം അപ്പോൾ ആവശ്യപ്പെട്ടു. അപ്പം അവിടെ LK അദ്വാനിയുടെ രഥയാത്ര, അതായത് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി രഥയാത്ര. അപ്പം ആ ഗവൺമെൻറ് വളരെ പ്രതിസന്ധിയിലായപ്പോൾ ഒരു കോംപ്രമൈസിലാണ് അതായത് എത്തിയത്. ഈ ഷാബന അവർക്ക് ജീവാംശം കൊടുക്കുന്നത് വേണ്ടിയുള്ള സുപ്രീം കോടതി വിധിയെ മയപ്പെടുത്തുന്നതിന് അവരെ വീട്ടിൽ പോയി തന്നെ കണ്ട് രാഷ്ട്രീയമായി കണ്ട് ഒത്തുതീർപ്പാക്കി. പകരം ഈ അയോധ്യയിലെ ആരാധനാ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലുണ്ടായി. ആ സമയത്ത് കുറേ കോടതി വിധികളും നിയമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് സമയത്ത് ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് മോഹൻകുമാർ സാറേ? ഹലോ, കേൾക്കാമല്ലോ. ഞാൻ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു ട്രജക്ടറിയിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രീ വെള്ളനാട് രാമചന്ദ്രൻ സൂചിപ്പിച്ച കാര്യത്തിനോട് കൂട്ടിച്ചേർക്കാൻ. ഉത്തരേന്ത്യയിൽ കുറേ കാലം ജീവിക്കാൻ സാഹചര്യം ലഭിച്ചൊരു വ്യക്തി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഞാൻ റിട്ടയർമെൻറ്റിന് തൊട്ട് പുറകിൽ ഒരു തുടർച്ചയായി സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി ഓർഗനൈസ് ചെയ്തിരുന്ന എല്ലാ വർഷവുമുള്ള സാഹിത്യ അക്കാദമിയുടെ ഫെസ്റ്റിവലുണ്ട്. ഒരു 4-5 ദിവസത്തെ പ്രോഗ്രാമാണ് അത്. മിക്കവാറും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. അതിൽ ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ രാമനെക്കുറിച്ചുള്ള ഈ ഒരു മിത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴകി ചേർന്ന് അത് ഒരു അഭേദ്യമായ ഒരു കാര്യമായി മാറുന്നതിന് മുമ്പ് തന്നെ ഒരു സെമിനാറിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുളസീദാസിൻ്റെ രാമായണമാണ്. തുളസി രാമായണം നമ്മൾ ഹിന്ദിയിൽ വളരെ കുറച്ച് മാത്രം ഹിന്ദി പഠിച്ച
സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിലും മറ്റുമൊക്കെയാണ് നമ്മൾ ഹിന്ദി പഠിക്കുന്നത്. ആഴത്തിലേക്ക് പോയിട്ടില്ല അതിൻ്റെ ഭാഷാ ചരിത്രത്തിലേക്കൊന്നും. പക്ഷേ ഇതിൽ ഈ എല്ലാം അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാംലീല എന്ന് പറഞ്ഞിട്ടുള്ള 10 ദിവസത്തെ ഒരു ഉത്സവം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഓർഗനൈസ് ചെയ്യപ്പെടാറുണ്ട്. അതിൽ രാമനായിട്ട് ഒരാൾ അഭിനയിക്കും. അപ്പോൾ ഈ ആൾ ഈ രാമനായിട്ട് അഭിനയിച്ചതിന് ശേഷം പുള്ളി ഇത് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നാൽ സംഭവിക്കുന്ന പറഞ്ഞാൽ പുള്ളിയെ എല്ലാവരും വന്ന് തൊഴും, കാലിൽ കമന്ന് വീഴും, പുള്ളിയുടെ അനുഗ്രഹം വാങ്ങിക്കും. പുള്ളിക്കൊരു ഒരു സിഗരറ്റ് കൂടി വലിക്കാൻ കഴിയില്ല കുറേ മാസങ്ങളോളം. കാരണം മര്യാദ പുരുഷോത്തമനായ രാമൻ സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. വേണ്ടി വന്ന അയാളെ കൊന്നുകളെ. ആ ഒരു അപ്പം ഇത് ജന മനസ്സിലേക്ക് അത്രമാത്രം ഒരുപക്ഷെ ഓരോ വ്യക്തിയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു എന്താണ് എല്ലാ സൽഗുണങ്ങളുടെയും ഒരു മൂർത്തിമത് ഭാവം എന്ന നിലയിലേക്ക് മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇതിനെ അങ്ങ് അടിച്ചേൽപ്പിക്കുന്നതിൽ ഈ പറഞ്ഞ ഈ രാമലീലകൾ എല്ലാ വർഷവും ഈ 10 ദിവസം ഓർഗനൈസ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ പ്രധാന രൂപമാണ്. ഇതിൻ്റെ പല വകഭേദങ്ങൾ പല രൂപത്തിൽ വിൽപ്പാട്ടായിട്ട് മറ്റ് പലതും 1, 2, 3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് പലതും സാർ ഇത് സാർ ഇപ്പോൾ രാമനെ പറ്റി പറഞ്ഞു. ഉത്തരേന്ത്യയിൽ സാറിന് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്. ഇപ്പം സൗത്ത് ഇന്ത്യക്ക് പ്രത്യേകമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് ചില കാര്യങ്ങളിൽ. ഈ ഹിന്ദു മതത്തിൽ തന്നെ ഹിന്ദു മതത്തിനിടയിൽ ആചരിക്കുന്നതിനിടയിൽ തന്നെ വ്യത്യാസമുണ്ട്. രാമൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഈ സൗത്ത് ഇന്ത്യക്ക് കുറച്ചും കൂടെ കുറവാണ്, കമ്മിയാണ്. കാരണം രാമൻ്റെ ക്ഷേത്രങ്ങളില്ല, തികച്ചില്ലെന്ന് തന്നെ പറയാൻ പറ്റും. രാമൻ്റെ ക്ഷേത്രങ്ങൾ സൗത്ത് ഇന്ത്യയിലുണ്ടോ? സംശയമുണ്ട് എനിക്ക്. ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. അത് അവർക്ക് അവഗണിക്കാവുന്ന തരത്തിലുള്ള ചുരുക്കമാണത്. ഇതെങ്ങനെ സംഭവിച്ചു സാറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനീ പറഞ്ഞ കുറേ വർഷങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെമിനാറുകളിലൂടെ പല അക്കാഡമിക് ചിന്തകരുടെ പേപ്പറുകളിലൂടെ കിട്ടിയ ഒരു അറിവാണ്. ഞാൻ അതിൻ്റെ അതല്ലാതെയുള്ള ഈ തുളസി രാമായണം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ അത് വായിച്ചിട്ടുള്ള പല പ്രോ ആൻഡ് ആൻറ്റി 2 രൂപത്തിലും ഉള്ള ആൾക്കാരുടെ അതിലൂടെ എനിക്ക് കിട്ടിയ ഒരു ചിത്രം. കാരണം നവോത്ഥാനത്തിൻ്റെ വേരുകൾ ശരിക്കും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജോഗ്രഫി ഒരു പ്രധാന ഘടകമാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉത്തരേന്ത്യൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗാള് ഇപ്പോൾ ഒറീസ അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള 7 സംസ്ഥാനങ്ങളും ഇവയിലേക്ക് ഒക്കെ ചെല്ലാൻ ഒരു പ്രധാന കാരണം അന്നത്തെ പ്രധാന യാത്രയിലെ അല്ലെങ്കിൽ ഈ മൈഗ്രേഷനുള്ള ഒരേ ഒരു മാർഗം കടലായിരുന്നല്ലോ, പാക്കപ്പലിലൂടെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇനി തെക്കേറ്റം തമിഴ്നാടിൻ്റെ ഭാഗമായിരിക്കുന്ന ഇന്ന് കന്യാകുമാരി, അന്ന് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു കേരളവും. അപ്പോൾ വാസ്കോഡി ഗാമ കേരളത്തിൽ 1492 വന്നു. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ ഉത്ഭവം ശരിക്കും ആധുനിക നവോത്ഥാനം എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് തന്നെ അതിനെ പറയണം. നമ്മുടെ BC-യിലുള്ള സോക്രട്ടീസിൻ്റെയോ ബുദ്ധൻ്റെയോ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ജൈൻ്റെയോ ഒക്കെ ആ ഒരു നവോത്ഥാന പ്രക്രിയകളുണ്ട് കുറേ പല രൂപത്തിലുള്ള. അതിൽ നിന്നും വ്യത്യസ്തമായി ആധുനിക നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സയൻസിൻ്റെ ഒരു വലിയ അളവിലുള്ള സപ്പോർട്ടോടുകൂടി സൈഡ് ബൈ സൈഡായിട്ട് വളർന്നു വന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യ ബോധതലത്തിൻ്റെ അതിൻ്റെ ആ അവബോധത്തിൻ്റെ അതിനെ ശരിക്കും സയൻറ്റിഫിക് ടെമ്പറും സയൻറ്റിഫിക് തിങ്കിങ്ങോട് കൂടി ആ സപ്പോർട്ടോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ അറിവ് വെറും ഒരു സാഹിത്യകാരൻ്റെ അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ആശയം മാത്രമല്ല, മറിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രപഞ്ച വീക്ഷണം കൂടി സയൻസ് ഉരുത്തിരിഞ്ഞു കൊണ്ടുവന്നപ്പോൾ പ്രത്യേകിച്ച് 1600 മുതൽ 1800 വരെയുള്ള കാലം ശരിക്കും ലോകത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ മുഴുവൻ അതിനെ അട്ടിമറിച്ചതാണ്. മൊത്തത്തിലുള്ള നമ്മൾ ഇന്ന് കാണുന്ന മുഴുവൻ ആ വിജ്ഞാനത്തിൻ്റെ ആ ഒരു അട്ടിമറിക്കലും ചിന്തയിലുള്ള മാറ്റവും മനുഷ്യന് ഈ മാനവികത എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വരുന്നത്, മോഡേണിറ്റി വരുന്നത് തന്നെ ഈ പീരീഡിലാണ്, 1600 മുതൽ 1700 വരെ. ആ സമയങ്ങളിലുള്ള കവികളുടെയും ചിത്രകാരന്മാരുടെയും അവരനുഭവിച്ച ആ പ്രക്ഷുബ്ധത ഉണ്ടല്ലോ മനസ്സിൻ്റെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും.
അപ്പോൾ ഈ ഒരു പ്രക്രിയ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഒന്നത് ലാൻഡ് ലോക്ക്ഡാണ്. നമ്മുടെ ഹരിയാനയാണെങ്കിലോ യു പി ആണെങ്കിലോ ബീഹാർ ആണെങ്കിലോ ഡൽഹി ആണെങ്കിലോ ഒക്കെ തന്നെ അത് ഒരു വിധത്തിൽ ഒരിക്കലും നമ്മുടെ നവോത്ഥാനം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള പാതിരിമാരൊന്നും അവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല അവർക്കവിടെ. പിന്നീട് ഈ അടുത്ത കാലത്താണ് അത് അവരെ അവിടെ എത്തി. അല്ല, അതില് വേറൊരു ഇതുണ്ട്. നമ്മുടെ ബംഗാളിൽ ഈ കൽക്കട്ടയ്ക്കൊരു വിളിപ്പേരുണ്ട്, അറിയാവോ? കൽക്കട്ട ദ പോർട്ട് ഓഫ് റിനൈസാൻസ് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ആരംഭിച്ചു, പക്ഷേ അത് ഏറ്റെടുക്കാൻ അവിടുത്തെ സമൂഹം തയ്യാറായില്ലായിരുന്നു. കാര്യം ആദ്യത്തെ അച്ചടി അവിടെയാണ് വന്നത്, ആദ്യത്തെ ദിനപത്രം അവിടെയാണ് വന്നത്, ആദ്യത്തെ മതപ്രചരണം നടന്ന അവിടെയാണ്, ആദ്യത്തെ കലാപം നടന്ന അവിടെയാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സമൂഹം അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആ സമൂഹം അതിനുവേണ്ടി പക്വമായിരുന്നില്ല എന്നാണ് ഒരു കൽക്കട്ട ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ്. തീർച്ചയായിട്ടും ആധുനിക കൊളോണിയൽ ശക്തികൾ ബ്രിട്ടീഷുകാർ അവസാനത്തെ കൊളോണിയൽ ശക്തിയായിരുന്നു. അവർ വളരെ പ്രകടമായിട്ടും വിജയം നേടി. ആഗോളതലത്തിൽ വളരെയധികം സാമ്പത്തിക ശക്തിയായി. പക്ഷേ ആദ്യം വന്നത് അവരിലായിരുന്നു. ഒരു ഡച്ചുകാരൊക്കെ ആയിരുന്നു. ഡച്ചുകാർ, പോർട്ടുഗീസുകാർ, ഇതൊക്കെയാണ് ആദ്യം കൊളോണിയൽ ശക്തികൾ അവളായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു കൽക്കട്ട സ്വാഭാവികമായിട്ട് ഏറ്റവും അവസാനത്തെ സംഭവ വികാസമാവാൻ സാധ്യതയുണ്ട്. അത് സാറ് പറയുന്നതുകൊണ്ട് പൊരുത്തപ്പെടുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൽക്കട്ടയ്ക്ക് ഈ പറഞ്ഞ പേരുകളുണ്ടായിരിക്കാം, പക്ഷേ കൽക്കട്ട അവസാനത്തെ ഡെവലപ്മെൻറ്റാണ്. ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് കൽക്കട്ട. പക്ഷേ വേറെ കാര്യമുണ്ട്. അപ്പോൾ കുറച്ച് കാലങ്ങൾ കുറച്ച് തള്ളിപ്പോയി. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അത് വരുന്നതിനൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ നമ്മുടെ ഈ അയിത്തം എന്നൊക്കെ പറയുമല്ലോ, അയിത്തം ഇവിടെ മാത്രമേ നിലനിന്നുള്ളൂ. ജാതിസ്പർദ്ധ നിലനിന്നിരുന്നു എങ്കിലും ഈ ആറടി പെരുക്കങ്ങളായുള്ള അയിത്തം കർശനമായി പാലിക്കപ്പെട്ട ഇവിടെ മാത്രമാണ്, കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ സംഭവിച്ചില്ലത്, കർണാടകത്തിൽ സംഭവിച്ചില്ല. തമിഴ്നാട്ടിൽ അയിത്തമുണ്ട്, പക്ഷേ ഇതിൻ്റെ ഈ ആറടി പെരുക്കങ്ങളായുള്ള കണക്ക് പട്ടിക അതവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമുക്ക് വീണ്ടും ഈ രാമനിലേക്ക് വരാം. അതല്ല, നമ്മളിപ്പോൾ ഈ രാമനിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുള്ളത് കൊണ്ടും അത് മറ്റു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാൻ ഉള്ള ഒരു വിഷയം തന്നെയാണത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ അതിൻ്റെ ആ ഒരു ട്രജക്ടറിയെ കാണാൻ ശ്രമിക്കുമ്പോൾ ഇതിന് നമ്മുടെ 1947 വിഭജനവുമായിട്ട് അവിടെ തൊട്ട് മുമ്പോട്ട് പോകേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു തികച്ചും സ്വതന്ത്ര ചിന്തകനും യുക്തിയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇരുന്ന ഒരു ആധുനിക മനുഷ്യൻ, ഒരു ആധുനിക വിദ്യാഭ്യാസവും ആധുനിക ജീവിത രീതിയിലും ഒക്കെ അനുഭവിക്കാനും അതുമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടാനും അവസരം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ നെഹ്റുവിൻ്റെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും അവിടെ പ്രധാനമാണ്. ഈ 1949 ഈ പ്രശ്നം, അതിന് മുമ്പ് ഈ 47 46 തന്നെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ വിഭജനത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ഇത് റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി ഫിലിമിൽ ഉള്ള വളരെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ്. നമ്മളതിനെ തിരിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ. അതായത് ഇന്ത്യയുടെ ഈ വിഭജനം ഒഴിവാക്കുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റുവിനോട് ഗാന്ധി ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ഇത്രമാത്രം വലിയൊരു ദുരന്തം ഒഴിവാക്കുന്നതിന് ജവഹർ നിങ്ങൾ ജിന്നയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കൂ എന്ന ഒരാവശ്യം. അപ്പോൾ ഇത് അവിടെ മീറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്തിന് അത് ആ ഫിലിമിൽ കാണിച്ചിരുന്നത് തൊട്ട് വെളിയിൽ അന്നത്തെ ഹിന്ദു മഹാസഭ, അന്നതൊരു ജനസംഘമായിട്ട് മാറിയില്ല, ആ ഹിന്ദു മഹാസഭ അവരുടെ ഈ ഊരിയ വാളും ഒക്കെ ആയിട്ട് അവിടെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി നെഹ്റു പറയുന്നത്, അവരെ ആര് സമാധാനിപ്പിക്കും? ഒരു ബ്രാഹ്മണനായ എന്നെ അവർ സഹിച്ചേക്കും, പക്ഷേ ഒരു മുസ്ലിമായ ജിന്നെ അവർ സഹിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഗാന്ധിക്ക് ആൻസർ ഉണ്ടായിരുന്നു. അല്ല, ശരി, പ്രായമല്ലാതെ യാഥാർത്ഥ്യവുമായിരുന്നു.
ഇനി അതിനകത്ത് നെഹ്റുവിൻ്റെ സ്വാർത്ഥത ഉണ്ടോ അത് വേറൊരു വിഷയമാണ്, നമ്മളതിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു മുഹൂർത്തമാണ്, ചരിത്ര മുഹൂർത്തമാണ്. ഇതൊക്കെ നെഹ്റുവിൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നടന്ന ഏതാണ്ട് 20 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുടെ കുരുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടീഷനുണ്ടായി നമുക്കറിയാവുന്നതാണ്, ബ്ലീഡിങ് ട്രെയിനും മറ്റു കാര്യങ്ങളെല്ലാം. ഇതെല്ലാം മനസ്സിൽ കിടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഒരു യുക്തി ചിന്തകൻ എന്ന നിലയിലും പുള്ളിക്ക് ഒരു കാരണവശാലും വീണ്ടും ഒരു കൂട്ടക്കൊല ഇന്ത്യയിൽ നടക്കാൻ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ നടക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ 1949 ഈ പ്രശ്നം, അതായത് ഈ ബാബറി മസ്ജിദിനെ അശുദ്ധപ്പെടുത്തിയെന്ന് മുസ്ലിം അവർ പറയുന്നു. കാരണം ഈ രാമൻ്റെ പ്രതിമ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് പുറകിലൂടെ ചെയ്ത പണിയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ അവർ മറ്റേടത്ത് ഇത് പറയുന്നത് രാമൻ ജന്മഭൂമി തന്നെയാണ്, ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ക്വിക്ക്ലി ഡിസിഷൻ എടുക്കേണ്ടി വരും ഒരു പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ. തീർച്ചയായിട്ടും പുള്ളിക്ക് വലുതായിട്ട് ആലോചിക്കേണ്ടി വന്നില്ല. പുള്ളി ഈ സാധനത്തിനെ കൂട്ടിക്കെട്ടി, പ്രശ്നം കഴിഞ്ഞു, സൊല്യൂഷനുമായി അതിന്. പിന്നീട് ഈ സാധനം തലപൊക്കി വരുന്നത് 1964 പിന്നീട് ഗാന്ധിവധം നടന്നു, RSS ബാൻ ചെയ്യപ്പെട്ടു. 64 നെഹ്റുവിൻ്റെ മരണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മാത്രമാണ് RSSൻ്റെ ബാന് എടുത്തു മാറ്റിയത്. അതുവരെ നമ്മൾ മറക്കരുത്, RSSൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ കുറവായിരുന്നുവെങ്കിലും ഇന്ത്യക്ക് പുറത്ത് അവരുടെ വേരുകൾ വളരെ ആഴങ്ങളിലേക്ക് പോയി സാമ്പത്തികമായ നല്ലൊരു ഭദ്രത ഉണ്ടാക്കാനും മറ്റ് പല രൂപത്തിലും ലോകത്ത് തന്നെ അവർ നല്ലൊരു ഒരു കേഡർ പാർട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിന്ന് പറയാവുന്ന രീതിയിലേക്ക് സംഘടനാ ശക്തി ആർജിച്ചിട്ടുണ്ടായിരുന്നു. അത് 64 മുതലുള്ള ഇങ്ങോട്ടുള്ള RSSൻ്റെ പ്രയാണത്തെക്കുറിച്ച് പ്രൊഫസർ രാംകുമാർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഒരു പുള്ളിയുടെ ഒരു റിസർച്ചിലൂടെ പ്രത്യേകിച്ച് പുള്ളി കേരളത്തിനെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പുള്ളി മലയാളിയാണ്. അപ്പോൾ ഇതിൽ ഈ കാര്യം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 64 മുതൽ നമ്മൾ RSSനെ ഒന്നും വലുതായിട്ട് കണ്ടില്ലെങ്കിലും, ഞാനും കുട്ടിയായിട്ട് നെക്കിലിട്ടുകൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഒരാൾ RSSന് പോയിരുന്നു, ഞാനും പോയതാണ്. കാരണം അന്ന് ഈ കാക്കി നിക്കറും ഈ വടിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രസമാണ്, എന്തൊക്കെയോ നമുക്ക് പുതിയത് കിട്ടുന്ന ഒരു തോന്നലാണ്. ഞാനും അവൻ്റെ കൂടെ പോയതാണ്. അവിടെ 1-2 ദിവസങ്ങളൊക്കെ പോയപ്പോൾ വീട്ടിൽ നിന്നും ഒരു വിലക്കുണ്ടായി. തൊട്ടടുത്തുള്ള ഒരു മഠത്തിലെ നമ്മുടെ തിരുമേനിയുടെ വീട്ടുമുറ്റത്താണ് ഈ കാര്യങ്ങളും ഈ സൂര്യ നമസ്കാരവും കാര്യങ്ങളും ഒക്കെ നടത്തലും കാര്യങ്ങളൊക്കെ. ഇത് യുവാക്കളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന കാര്യമാണ്. 2, ഈ ബാൻ നിലനിൽക്കുമ്പോൾ തന്നെയായിരുന്നു, ഇത് 60കളിൽ ഈ ബാൻ നിലനിൽക്കുമ്പോൾ ഒരു രഹസ്യമായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ അറ്റൻഡ് ചെയ്ത ക്ലാസ് എന്ന് പറയുന്നത് 2-3 ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സ്വാധീനമൊന്നും എന്നിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 64 ശേഷം പിന്നീട് ഇത് ശരിക്കും തലപൊക്കിയത് ഈ ഒരു ഷബാന കേസിലെ ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ഒരു രാജീവ് ഗാന്ധിയുടെ ആ ഒരു രാജ്യതന്ത്രജ്ഞത എന്ന് പറയുന്നത് അത്രമാത്രം ഒരു റിഫൈൻഡ് ആയിരുന്നില്ല. ഇപ്പം നെഹ്റുവിനെ പോലെയോ ഇന്ദിരാഗാന്ധിയെ പോലെയോ ഒന്നുമല്ല. പുള്ളി ശരിക്കും ഒരു ഭരണാധികാരിയാവാൻ താല്പര്യപ്പെട്ട ആളുമല്ല. പുള്ളി ഒരു ടെക്നിക്കൽ ഹാൻഡ് ആയിരുന്നു, ഒരു പൈലറ്റ് എന്ന നിലയിൽ. ആ നിലയിൽ എക്സ്പെർട്ടായിട്ട് പുള്ളി അതിനകത്ത് സന്തോഷവാനായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു അരക്ഷിതാവസ്ഥ കാരണം ഇളയ മകൻ മരിച്ചപ്പോൾ വേറെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ അവരാകെ എല്ലാ ശത്രുക്കളാൽ ചുറ്റുവളയപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീലിംഗ് വരുന്ന സമയത്താണ് ഇയാളെ നിർബന്ധമായിട്ട് പിടിച്ച് നമ്മുടെ പൊളിറ്റിക്സിലോട്ട് കൊണ്ടുവരികയും. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ മൊമെൻറ്റിനെ ഹാൻഡിൽ ചെയ്തത് തീർച്ചയായിട്ടും ഇത് ഈ ലോക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു. അത് ശരിക്കും ഒരു ഭൂതത്തിനെ തുറന്നു വിട്ട ഒരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് പിന്നീടുണ്ടാക്കിയെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ശരിക്കും. അപ്പോൾ ആ കാര്യം ഒരു വഴിക്ക് നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രജക്ടറി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. 1949 ഇതിനെ ഇത് പൂട്ടിക്കെട്ടി. അതിന് തൊട്ടുമുമ്പുള്ളത് ബലാത്കാരമായി ഏതൊരു അധികാരം കൈയാളുന്ന ഏതൊരു രൂപവും ചെയ്യുന്ന പോലെയാണ് അവർ ബലാത്കാരമായിട്ട് ചെയ്തു. അതിന് മുമ്പും ഹിന്ദു മഹാസഭയുടെ കാര്യത്തിൽ ഞാൻ ആ പ്രൈം മിനിസ്റ്ററുടെ കാര്യത്തിൽ കണ്ടിരുന്നു, ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ രീതിയിൽ ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനായിട്ടാണ് ഏതൊരു പവർ സ്ട്രക്ചറും വർക്ക് ചെയ്യുക. അത് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുകയാണെങ്കിലോ ദേശീയ തലത്തിൽ കാണുകയാണെങ്കിലോ ലോകത്തെല്ലായിടത്തും കാണുകയാണെങ്കിൽ ഈ അധികാരം എന്ന് പറയുന്നത് ആൾക്കാരെ അവരുടെ ആ ഒരു ആ സമചിത്തതയെ ഒക്കെ മറന്ന് അതിനപ്പുറത്തേക്ക് പോയി വേറെന്തൊക്കെയോ നമ്മുടെ ആദിമ ചോദനകളിലേക്കൊക്കെ മൃഗീയ ചോദനകളിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നുകൂടെ ഞാൻ നിരീക്ഷിക്കുകയാണ് അതിൽ. അപ്പോൾ ഇത് 1990 ഒരു അറ്റംപ്റ്റ് നടന്നിരുന്നു
ഇതേ മിലിറ്റൻ്റ് ഹിന്ദു അപ്പോഴേക്കും ഓർഗനൈസേഷൻ എണ്ണത്തിൽ കൂടി, ഒന്നല്ല, അവിടെ ഒരു 4-5 ഓർഗനൈസേഷൻ അവരുടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നുള്ള ശക്തി വളരെ കൂടുതലാണ്. പക്ഷേ ആ 90-ലൊരു വെടിവയ്പ്പിലൂടെ അതിനെ കൈകാര്യം ചെയ്യാൻ അന്നത്തെ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അന്നത്തെ UP ഗവൺമെൻറ് കുറച്ചുകൂടെ ഒരു പക്വത ഓടുകൂടി കാര്യം ചെയ്തിരുന്നു. ആരാണെന്ന് ചീഫ് മിനിസ്റ്റർ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 92 ആയപ്പോഴേക്കും പിക്ചർ കുറച്ചുകൂടെ മാറി. ഒരു എന്താ പറയുക, ഒരു മിത ഹിന്ദുത്വം ഉള്ള കോൺഗ്രസ് കൂടിയാണ് അന്ന് ഇതിലേക്ക് വന്നതും. ഈ ഒരു സംഭവം നടക്കുമ്പോൾ അത് നടന്നു കഴിഞ്ഞതിന് ശേഷമായിരുന്നുള്ള പ്രതികരണം ശരിക്കും. അപ്പോൾ ഇത് തുറന്നു കൊടുത്തു എന്നുള്ള ഒരു വഴിക്ക്. 2, ഗുജറാത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കർസേവകർ 100 കണക്കിന് 1000 അയോധ്യയിലേക്ക് ഒഴുകുകയാണ്. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും. പക്ഷേ ഒരു വലിയ ചരിത്ര സംഭവം നടപ്പാക്കാൻ ഞങ്ങൾ പോവുകയാണ് എന്നുള്ള ആ ഒരു ആവേശത്തിൽ ആണ് അവർ ഗുജറാത്തിൽ നിന്നും ഗോദ്ര സംഭവം നമുക്കറിയാം. അതിന് തൊട്ട് തിരിച്ചു പോയപ്പോഴുള്ള ട്രെയിൻ കത്തിക്കലും കാര്യങ്ങളെല്ലാം. ഈ സംഭവം നടന്നതിന് ശേഷം സുപ്രീം കോടതിയുടെ വിധിയാണ് ഇതിനകത്തിലെ ഏറ്റവും എന്താണ് പറയുന്നത് ശ്രദ്ധേയമായത്. അപ്പോൾ ഇവിടെ നിന്ന് സുപ്രീം കോടതി വിധിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ, ഇതിൻ്റെ ലാൻഡ് ടൈറ്റിലിനെ കുറിച്ച് ഒരു ഡിസ്പ്യൂട്ട് 2010 തന്നെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് കൊടുത്തു. അത് ഹിന്ദു സംഘടനകളാണ്. അവരിപ്പോൾ ലാറ്ററലി ഇവരുടെ ഇടയിൽ ചർച്ച ചെയ്ത് ആരെന്ത് ജോലി ചെയ്യണം. നമ്മളിപ്പോൾ 10 പേരുണ്ടെങ്കിൽ നമുക്കൊരു ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ ഓരോരുത്തരെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത് പോലെ ആ രീതിയിൽ ചെയ്തു. അലഹബാദ് ഹൈക്കോടതിയിൽ കൊടുത്തു. അലഹബാദ് ഹൈക്കോടതി ഇതിനെ ഒരു ഓർഡർ ഇറക്കി. 2.77 ഏക്കർ സ്ഥലമാണ് ഈ ഡിസ്പ്യൂട്ടഡ് സ്ഥലം. ഈ സ്ഥലം അപ്പോൾ ഇതിനെ 3ആയിട്ട് വീതിക്കണം. 1 ഹിന്ദുക്കൾക്ക് അവരുടെ ഒരു അമ്പലം ഉണ്ടാക്കാനും, 2 മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡിന് അവരുടെ ഒരു മോസ്ക് ഉണ്ടാക്കാനും, 3ാമത് അതും ഒരു ഹിന്ദു സംഘടനയാണ്. ആ സംഘടനയുടെ അക്കോരി എന്ന് പറയുന്ന സംഘടന അവർക്കും കൊടുക്കാനാണ്. അപ്പോൾ എങ്കിലും മെജോറിറ്റി, അതായത് 3-ൽ 2 ഭാഗവും ഹിന്ദുവിനോട് വരുന്നുണ്ട്. കാരണം മറ്റേതും ബേസിക്കലി ഒരു ഹിന്ദു സംഘടന തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാദം ശരിയല്ല എന്ന് പിന്നീട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗൊഗോയ് ഹെഡ് ചെയ്തിരുന്ന ബെഞ്ച് 2019 വിധിക്കുകയായിരുന്നു. ആ വിധിയുടെ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ വിചിത്രമായതാണ്. 1, ബലാത്കാരമായി ഈ പള്ളി പൊളിച്ചു മാറ്റിയത് നാടിൻ്റെ നിയമത്തിൻ്റെ വയലേഷനാണ്. ഇറ്റ് ഇസ് വയലേഷൻ ഓഫ് ലോ ഓഫ് ദ ലാൻഡ് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞതാണല്ലേ? സുപ്രീം കോടതി പറഞ്ഞതാണ്. അതാണ് പറഞ്ഞു. അതൊന്ന്. 2 പറയുന്നു, ഇതിനകത്തിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതായത് ഈ പള്ളിയുടെ അടിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയെന്ന് കോടതിക്ക് കൺവിൻസ് ആയ കാര്യമാണ്. ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ സ്ട്രക്ചർ ഒരു കാരണവശാലും ഒരു ഇസ്ലാമിക് സ്ട്രക്ചർ അല്ലാതെ ഒരു നോൺ ഇസ്ലാമിക്. 2, അതൊരു ഇൻഡിജീനിയസ് ആണ്, ലോക്കലാണ്, വെളിയിൽ നിന്ന് വന്ന ഒരു കൾച്ചറിൻ്റെ ഒരംശവും അതിൽ കാണാൻ കഴിയുന്നില്ല. 3ാമത്തേത് അതിൽ പറയുന്നത് സിഖ് മതം ഏറ്റവും പുതിയ മതങ്ങളിൽ ഒന്നാണ് ലോകത്തെ. 1500-ലാണ് അതിൻ്റെ തുടക്കം തന്നെ ഒരു ഫോർമൽ മതമായിട്ട് ഗുരുനാനക്ക് കൊണ്ടുവരുന്നത്. 1510, 1511 ആ വർഷങ്ങളിലെ ആദ്യത്തെ 4 സിഖ് ഗുരുക്കന്മാരും അവിടെ വിസിറ്റ് ചെയ്തതായിട്ട് അവരുടെ മതരേഖകളിൽ കാണുന്നുണ്ട്. പിന്നീട് അത് വന്നതിന് ശേഷം 1857 അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിഹാങ് സിഖ് അവിടെ വന്ന് പൂജ ചെയ്തു. 1800 അത് പൂജ ചെയ്തത് ബാബറി മസ്ജിദാണ്. എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള സമയം 1857-നും 1510-നും ഇടയ്ക്കുള്ള സമയത്ത് ഇത് ഒരു ഹിന്ദു ടെമ്പിൾ എന്നത് ഒരു മോസ്കായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള നിഗമനത്തിലേക്ക് കോടതി എത്തുന്നു. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഈ ബെഞ്ച് കണ്ടെത്തിയത്, ഇവിടെയുള്ള ഈ മുസ്ലിം സൈഡിന് അവരുടെ ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വളരെ ശക്തമായ തെളിവുകൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഹിന്ദു സൈഡിന് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടെ. ഇതുകൂടാതെ
ASIയുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ്കവേഷൻ ടെക്നിക്സ്, ആ പ്രോസസ്സിൻ്റെ കാര്യത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിവിടെ ആയിരുന്നില്ല ചെയ്യേണ്ടത്, അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കേസ് നിന്നപ്പോൾ തന്നെ അവിടെ നിങ്ങൾ റേസ് ചെയ്യണമായിരുന്നു, ഇവിടെ റേസ് ചെയ്യരുത്. അപ്പോൾ ഈ വിധിയുടെ കാര്യത്തിൽ നോക്കുമ്പം ഒരു ബയാസിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അഗൻസ്റ്റ് മുസ്ലിംസ് എന്നുള്ള കാര്യം ഇതിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഈ വെർഡിക്റ്റ് ഇതിലേക്ക് വരികയും മറ്റേ ഏതാണ്ട് 18 കേസുകളെ ഒന്നിച്ച് സെറ്റ് അസൈഡ് ചെയ്തതിന് ശേഷം ഈ വിധി പറയുന്നു. ഈ വിധിയിൽ ഈ 2.77 ഏക്കർ ഫുൾ ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ടാക്കാൻ അവിടെ കൊടുക്കുന്നു. ഇതിന് പകരമായിട്ട് അതേ അയോധ്യയിൽ തന്നെ, അയോധ്യ സിറ്റിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് 5 ഏക്കർ സ്ഥലം UP ഗവൺമെൻറ് കണ്ടെത്തി ഒരു മോസ്ക് പണിയുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ് തുടങ്ങുകയും ഇപ്പോഴതിന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു ഈ രാം ടെമ്പിളിനേക്കാൾ മഹത്തായ ഒരു മോസ്കിനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ പത്രത്തിൽ നമ്മൾ വായിച്ചാണ് വന്നത്. അത് ചെയ്യുകയും വേണം. ഈ ക്ഷേത്രത്തിൽ എത്ര ദൂരമുണ്ട് അതിന്? അതിൻ്റെ ആ ലൊക്കേഷൻ ഞാനൊന്ന് സ്റ്റഡി ചെയ്തില്ല. ഏതായാലും ഇവിടെ നിന്ന് ഒരു മിനിമം 5 കിലോമീറ്റർ ദൂരെയുണ്ട് അത്. അപ്പോൾ അവരുടെ പ്രധാന ഉദ്ദേശം ഒരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് അവിടെ ഭാവിയിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അത് 2, ഇതിനകത്ത് വേറെ ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഏതൊരു സ്ഥലവും നമ്മുടെ ഇപ്പം ഇവിടെ വിഴിഞ്ഞം പോർട്ട് പോലെ ഒരു പോർട്ടല്ല അവിടെ വരുന്നത്, അതിനപ്പുറത്തുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും മറ്റും അദാനിയുടെ മറ്റും വരുന്നത് പോലെ ഇവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ഈ പറഞ്ഞ ട്രസ്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള. അതങ്ങനെയാണ്, അത് ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേക വേറെ രീതിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രജക്ടറി. ഇതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യൂ ആണ് സുപ്രീം കോടതി എടുത്തതെന്ന് പൊതുവെ ഇൻ്റർനാഷണൽ തലങ്ങളിലുള്ള ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ലെവലിലുള്ള ഇന്ത്യൻ മീഡിയയിലുള്ള ചർച്ചകളിലൊന്നും തന്നെ വലുതായി പൊന്തി വന്നിട്ടില്ല. ഇതിനകത്തൊരു ബയാസ് ഉണ്ട് തീർച്ചയായിട്ടും എന്നുള്ളത്. ഇത് പലപ്പോഴും പല വിധികളെക്കുറിച്ചും ഉള്ള കമൻ്റാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും മാത്രം. ഇതിൽ വേറൊരു സാറേ, ഈ നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണല്ലോ ഈ കർസേവ് നടന്ന് ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് 92-ൽ. അപ്പം ഈ നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്നൊരു ആക്ട് വന്ന്. അതിൽ ആ ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം നേടിയ സമയത്ത് 1947 ഓഗസ്റ്റ് 15 ഒരു ആരാധനാലയം എങ്ങനെ ആയിരുന്നോ ആ രീതിയിൽ അത് പരിപാലിക്കപ്പെടണം, വേറൊരു മാറ്റം വരുത്താൻ പാടില്ലെന്നുള്ളതുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ആ നിയമത്തെ എങ്ങനെയാണ് കോടതി കൈകാര്യം ചെയ്തത്? ഇതും മറ്റൊരു വിചിത്രമായ സംഗതിയാണ്. ഈ ആക്ടിലെ സെക്ഷൻ 3-ഉം സെക്ഷൻ 4-ഉം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 1947 ഓഗസ്റ്റ് 15, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ആ ദിവസത്തെ സ്റ്റാറ്റസ് എന്താണോ, ഏത് മതവിഭാഗത്തിൻ്റെ ഏതൊരു ആരാധനാലയത്തിൻ്റെയും സ്റ്റാറ്റസ് എന്താണോ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല. അതൊന്ന്. ഇതുമായിട്ട് എന്തെങ്കിലും ആ ദിവസങ്ങളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കോടതിയുടെ ഫ്രണ്ടിലാണെങ്കിൽ ആ ഡിസ്പ്യൂട്ടുകളെല്ലാം തന്നെ ഇതോടുകൂടി ക്ലോസ് ചെയ്യപ്പെടുകയാണ് എന്നുള്ള കാര്യവും അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രത്യേക വിധി 2019 സുപ്രീം കോടതി ഈ വിധി വന്നത് വേറെ ഒരു രീതിയിലാണ്. അത് നിയമം കൊണ്ട് തന്നെ മറികടക്കുക എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ്. അതായത് 2019 ഈ വിധിയിൽ പറയുന്നത് 2010 അലഹബാദ് ഹൈക്കോടതിയിൽ വന്ന ടൈറ്റിൽ ഡീഡിൻ്റെ കാര്യത്തിലാണ്. ടൈറ്റിൽ ഡീഡ് ഒരു സിവിൽ കേസാണ്. അതായത് നമുക്ക് വസ്തു ഡിസ്പ്യൂട്ടുണ്ട്, എൻ്റെ ആണോ നമ്മുടെ ആരുടെയാണെന്നുള്ള ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ ഈ 2.77 ഏക്കർ ലാൻഡ് ഡിസ്പ്യൂട്ട് ഇതിനകത്തുള്ളൊരു ഇത് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പ്രീസ്റ്റാണ് ഇതിൽ ഫയൽ ചെയ്തത്. അപ്പോൾ ആ 10 മുതൽ അതിൻ്റെ വെർഡിക്റ്റ് വന്നത് 15-ലാണ്. വെർഡിക്റ്റിലാണ് പറഞ്ഞത് ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന്. ഈ പ്രശ്ന സ്ഥലം 2.77 ഏക്കർ 3 പേർക്കായിട്ട് വിധിച്ച് കാര്യം സോൾവ് ചെയ്യുക എന്നുള്ള. അപ്പോൾ ആ സമയങ്ങളിലുള്ള ഇന്ത്യൻ മീഡിയയിലും മറ്റും ധാരാളം ചർച്ചകളുണ്ടായിരുന്നു. അതിനെ ആർക്കും കൊടുക്കണ്ട, ഇതിനെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് മാറ്റി ലൈബ്രറികളും മ്യൂസിയങ്ങളും മറ്റുമൊക്കെ ആക്കി ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ വലിയൊരു പ്രോജക്റ്റായിട്ട് മാറ്റണം എന്നൊക്കെ പല ചർച്ചകളൊക്കെ വളരെ ഉദാത്തമായ ഉള്ള സജഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും എടുക്കാതെ തന്നെയാണ് ഇങ്ങനെ ഒരെണ്ണം വന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ടൈറ്റിൽ ഡീഡിൻ്റെ ആംഗിളിലാണ് സുപ്രീം കോടതി ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി അവിടെയും ഈ 1991 ഈ റൈറ്റ് ടു പ്രൊട്ടക്ട് ദ റിലീജിയസ് പ്ലേസസ് ആക്ടിനെ
നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻറ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഈ ആക്റ്റിൽ എവിടെയെങ്കിലും തൊട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പല ലോവർ കോർട്ടിലും ചോദ്യം ചെയ്യപ്പെട്ടു. വാരണാസിയിലെ കോർട്ടിൽ 1991 ചോദ്യം ചെയ്യപ്പെട്ടു. അതായത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിൻ്റെ 1 വർഷം മുമ്പ് തന്നെ വാരണാസിയിലെ ജ്ഞാനവാപി ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ അവിടെ കോർട്ടിലേക്ക് ഒരു കേസ് കൊടുത്തു. മറ്റ് പലയിടത്തും, അതായത് ഈ ഹിന്ദു സംഘടനകൾ ഇപ്പം പല രൂപത്തിൽ പല സംഘടനകളായിട്ട് അതിനെ ചിലപ്പം വെറൊരു വിശ്വാസിയാണ്, ഒരു ലേഡിയാണ്. ഫോർ എക്സാമ്പിൾ, അവിടുത്തെ ജ്ഞാനവാപി കേസ് കൊടുത്തത് 5 ലേഡീസാണ്. 5 ലേഡീസാണ്. അതുപോലെ വേറെ കുടിപ്പിക്കലാണ്. പുറകിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം വെൽ കോർഡിനേറ്റഡ് ആണ്. പുറകിൽ ഒരാൾ RSS അത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെല്ലാം. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോൾ ലാൻഡിൻ്റെ ആ ടൈറ്റിൽ ഡീഡിലാണ് അതിനെ മെയിൻറ്റൈനബിലിറ്റിയെക്കുറിച്ച് യെസ് ടൈറ്റിൽ ഡീഡ് ക്യാൻ ബി ഡിസ്പ്യൂട്ടഡ്. ആ ആംഗിളിൽ ഈ ആക്ടിനെ നമുക്ക് വിചിന്തനം നടത്താൻ കഴിയുന്നതാണ്. വി ക്യാൻ ലുക്ക് ബാക്ക് ടു ദിസ് ആക്ട് എന്നുള്ള ഒരു ഡിസിഷൻ സുപ്രീം കോടതി അറിയിക്കുകയും അപ്പോഴേക്കും ഗൊഗോയുടെ ടൈമാണ്. അതിലൂടെ കിട്ടിയ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് ഇതിനെ വീണ്ടും റീവിസിറ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ ഈ ആക്ട് നിലനിൽക്കുന്നുണ്ട്, ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനിയും ഈ ജ്ഞാനവാപി കേസെടുക്കുമ്പോൾ തന്നെ അതിനും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് എല്ലാം മൂടപ്പെട്ടെങ്കിലും എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി അതിലൂടെ കയറുക. അപ്പോൾ വേറൊരർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇപ്പം വളരെ ഡേഞ്ചറിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ഇല്ലാതാക്കുന്നത്. അപ്പം ഈ 2024 ലോക്സഭ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ രാമനായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ്. നമ്മൾ കാണാതെ പോകുന്ന 2 ആളുകളുണ്ട്. ഒന്ന്, ഈ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം തുടങ്ങിയ അഖ്വാരികളാണ്. ഇത് കോടതിയിലെത്തിച്ചത്. കാരണം അഖ്വാരികളുടെ ആവശ്യം ഈ അവർക്ക് സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. ഇത് അവർ ശൈവരാണ്. ശൈവരും RSS വിരുദ്ധരുമാണ് അഖ്വാരികൾ. യഥാർത്ഥത്തിൽ ഈ അഖ്വാരികളെ കൗണ്ടർ ചെയ്യാനാണ് ഇവർ രംഗത്തെത്തുന്നത്, ഈ വൈഷ്ണവ വിഭാഗത്തിൻ്റെ ഒരു സംഭവം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എടുത്തു പറയേണ്ടുന്നൊരു കഥാപാത്രമാണ് KK മുഹമ്മദ്. KK മുഹമ്മദിൻ്റെ റിപ്പോർട്ട്, അതായത് ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിരുന്ന മലയാളിയാണ്. അതായത് ഒരു മുസ്ലിം ഹിന്ദുവിന് വേണ്ടി കൊടുത്ത റിപ്പോർട്ടാണ്. അവിടെയാണ് കോടതി ഒരു ലൂപ്പ് ഹോൾ കിട്ടിയത്. കാര്യം മുസ്ലിമിനെതിരെ കൊടുത്തിരിക്കുന്ന മറ്റൊരു മുസ്ലിം റിപ്പോർട്ടാണ്. അതുമാത്രമല്ല, എനിക്ക് സുപ്രീം കോടതി വിധിയായി. സുപ്രീം കോടതി വേർത്ത് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിന് പ്രത്യേക സ്ഥലം വേണമെന്നില്ല നിസ്കരിക്കാനും, എവിടെ നിസ്കരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കോടതി സുപ്രീം കോടതിയിൽ ഒരു സ്ഥാനം പറയുന്നുണ്ട്. ആർഗ്യുമെന്റ്, വിശ്വാസത്തിന്റെ ആർഗ്യുമെന്റ്. ദൈവമില്ല, ദൈവം സ്വർഗത്തിലാണ്, മറിച്ച് ഹിന്ദുവിന്റെ അമ്പലത്തിൽ ദൈവമുണ്ട്. സാർ, അപ്പോൾ ഈ 2024 ഇലക്ഷനിൽ ഈ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP എന്ന് പറഞ്ഞ പാർട്ടി മിക്കവാറും ഈ അയോധ്യയിൽ ഈ പ്രതിഷ്ഠ നടത്തിയതിന് ബന്ധപ്പെട്ടുള്ള വിജയത്തിൻ്റെ ഭാഗമായി തന്നെ എടുക്കാൻ സാധ്യത ഉണ്ടാകാൻ തോന്നുന്നത്. അതോടെ ഇപ്പം ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. ഇനി അവർക്ക് ഇത് ക്ലോസിങ് രാഷ്ട്രീയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അടുത്ത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാശിയിലേക്ക് ഇവർ ഇപ്പോഴേ അതിന് നോട്ടമിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സംശയം, കാശിയിൽ വിശ്വനാഥൻ ക്ഷേത്രം അതല്ലേ, അത് ശൈവ സാധനമല്ലേ, അപ്പോൾ അതിലൊരു കോണിട്ട്. അപ്പോൾ ഇതെല്ലാം എടുക്കാൻ സാധ്യത ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ദൈവങ്ങളെല്ലാം എടുക്കാൻ സാധ്യത ഉണ്ട്. അത് ആ വീക്ഷണത്തെക്കുറിച്ച് മറ്റൊരു വീക്ഷണം കൂടെ, ഒരു തികഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമാണ്. ഇതിപ്പോൾ നമ്മൾ മൂലകാരണത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇത് പ്രകടമായ കുറേ കാരണങ്ങളുണ്ട്, പ്രകടമായ കുറേ ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, ഈ രാഷ്ട്രീയത്തിന് വിലയ്ക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള ജനത ഇവിടെയുണ്ട്. രാമനെ സ്വീകരിക്കാനുള്ള ജനതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം സ്വീകരിക്കാനുള്ള ജനതയുണ്ട്. ഈ ജനത വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെജോറിറ്റിയാണ്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മെജോറിറ്റി ഈസ് ഓൾവേസ് അതോറിറ്റി. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു BJP എന്നുള്ളൊരു വേറെ ഒരു പേര് മാത്രമായിട്ട് സങ്കല്പിക്കുക. പക്ഷേ ഈ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം BJP അല്ലെങ്കിൽ വേറൊരു പേര് വരും, വേറൊരാൾ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അടിസ്ഥാനമായ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മനോനിലയാണ്. ഇത് വളരെയധികം രൂക്ഷമാണ്. വളരെ രൂഢമൂലമായ ഇത്തരം വിശ്വാസങ്ങൾ പുലർത്തുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഇത് സ്വാഭാവികമാണ്. ഇതിന് അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇതിലൊരു നമുക്ക് വിയോജിപ്പോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു മാറ്റമോ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു പ്രാരംഭ പോയിൻ്റ് അവിടെയാണ്, മതവിശ്വാസം തന്നെയാണ്. പക്ഷേ അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാനുള്ളതും മാത്രമാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ളൊരു നമ്മുടെ മുന്നിലുള്ള പ്രശ്നം.
അതിൽ എനിക്ക് ഏറെയുള്ളത്, അതായത് ഈ ഒരു പൊതുശത്രുവിനെ സൃഷ്ടിക്കുക, ആ പൊതുശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടിപ്പിക്കുക, അതാണ് ഇവിടെ. പക്ഷെ അത് മതം ആകുമ്പോൾ, പൊതുശത്രു മതമായി മാറുമ്പോൾ ഒരിക്കലും അത് പിന്നെ ആ പേഴ്സണൽ ഗ്രഡ്ജ് ഒരിക്കലും അടങ്ങില്ല എന്നുള്ളതാണ്. മറിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത്, അതിനെ ചൂണ്ടിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിളർപ്പുണ്ടാകാൻ, തമ്മിൽ യോജിക്കാം വിയോജിപ്പം, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും മതം പിളരില്ല, മതം ഒരിക്കലും യോജിക്കില്ല. മതമായി നിൽക്കുകയും മതം തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ ബോധമില്ലാത്തൊരു ജനത ഉള്ളിടത്ത് അവർക്ക് മുതലെടുക്കാനും കഴിയും. അപ്പോൾ ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ, മതമെന്ന് പറയുന്നതിനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കുക, മതം തന്നെ ഒഴിവാക്കുക എന്നുള്ളതല്ല വേറെ മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ പോയിന്റിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട മൊത്തത്തിൽ നടന്ന ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നടന്നിരുന്നൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത് വയർ മാഗസിനെ അടുത്ത സമയത്തും അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ന്യൂട്രാലിറ്റി ടുവേഴ്സ് റിലീജിയൻ എന്ന് പറയുന്നത്, മതത്തോടുള്ള ഒരു നമ്മൾ സെക്കുലറിസം നമ്മൾ ഒറ്റ വാക്കിൽ പെട്ടെന്ന് പറയുന്നത്, ഇത് ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. അതിനെ നമ്മൾ അറിയുന്നത് ആ സമൂഹം എങ്ങനെ മതചിന്തയെ അല്ലെങ്കിൽ മതങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നാണ്. അത് ഒരു നേഷൻ സ്റ്റേറ്റിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സിലോട്ട് വരാൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ, സമ്മതിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മളിത് റോമ സാമ്രാജ്യത്തിലും നമ്മുടെ ഈവൻ നമ്മുടെ ഓട്ടോമൻ എംപയറിലും കുരിശ് യുദ്ധങ്ങളിലെല്ലാം കണ്ടതാണ്. അതായത് യുക്തി വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വെറും ഭക്തിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ മനുഷ്യൻ്റെ ഈ ആദിമ ചോദനകളൊക്കെ ആയിരിക്കുന്ന ഞാൻ മേലെയാണ് എന്ന് കാണിക്കാനുള്ള പ്രവണത ഉയർന്നു വരികയും അവിടെ ഒരു സ്വച്ഛാധിപതികളും മറ്റായിട്ടുള്ള ആൾക്കാർ ഉയർന്നു വരികയും ഇപ്പോൾ ലോകം മുഴുവൻ ഈ പ്രവണത കണ്ടുവരുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ഒരുതരം മൂവിങ് ടുവേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ അളവിൽ വരെ 2010-15 ഒക്കെ വേണമെങ്കിൽ എടുക്കാം, ചെറിയ കാല വ്യത്യാസം ഉണ്ടാവും, വരെ ഒരു പ്രോഗ്രസീവ് ആംഗിളിൽ പോയിക്കൊണ്ടിരുന്നു എങ്കിലും പലപ്പോഴും ഇത് 2 സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 1 സ്റ്റെപ്പ് പുറകോട്ട് വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ 2 സ്റ്റെപ്പും പുറകോട്ട് വരുന്നു. ഇനി ചുരുക്കം ചില സമയങ്ങളിൽ 3 സ്റ്റെപ്പ് പുറകോട്ട് വരും. അങ്ങനെ വരുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ മുമ്പോട്ടാണോ പോകുന്നത് സംശയം തന്നെ നമുക്ക് തോന്നാം. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവോത്ഥാന കാലത്തിൽ 1300-കളിലും അല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടർക്കിയുടെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ, ടർക്കി വളരെ മുമ്പോട്ട് പോയതിന് ശേഷം ഈ കഴിഞ്ഞ പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ UK തന്നെ ലേബർ ഗവൺമെൻറ് അവിടെ വന്നതിന് ശേഷം പിന്നീട് വന്ന 2 ഗവൺമെൻറ് മറ്റേ ടോറി ഗവൺമെൻറ് ആയിരുന്നു. അതായത് റൈറ്റിസ്റ്റ് വിങ്ങിലോട്ട് പോവുകയും അത്തരത്തിലെ കാര്യങ്ങളാണ് നടന്നതൊരു വെൽഫെയർ സ്റ്റേറ്റ് ലോകത്ത് ആദ്യമായിട്ട് അച്ചീവ് ചെയ്ത ഒരു രാജ്യത്താണ്, ബ്രിട്ടനിലാണെന്ന് പറഞ്ഞു. അവർക്ക് സമ്പത്ത് കിട്ടിയ വേറൊരു കാര്യം, ലോകത്തെ മുഴുവൻ കൊള്ളയടിച്ച് കിട്ടിയ സമ്പത്ത് കൊണ്ടാണ് അവർ ചെയ്തതെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും അവർ മുമ്പോട്ട് കൊണ്ടുവന്നിരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വൻ കുതിച്ചുചാട്ടങ്ങളും എല്ലാ ജനങ്ങൾക്കും നീതിയും വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യവും എല്ലാം ആൾമോസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്ത് ഇങ്ങനെ സാധ്യമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഈവൻ സോഷ്യലിസ്റ്റ് സ്വപ്നമൊക്കെ സാധ്യമാക്കിയത് UK ഒക്കെയാണ്, അവരുടെ ഈ ഒരു മോഡലിലാണ്. പക്ഷേ അത് മറ്റുള്ള ആൾക്കാരെ കൊള്ളയടിച്ചുണ്ടാക്കിയ സമ്പത്താണെന്നുള്ള വേറൊരു വശമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. എങ്കിൽ സാമൂഹ്യപരമായിട്ട് ഇങ്ങനെയൊരു സാധ്യത മോഡേൺ ആധുനികതയെ കൊണ്ടെന്നും, അപ്പോൾ ആധുനികത മാത്രമേ മനുഷ്യന് മുമ്പിലുള്ള ഒരേ ഒരു ലക്ഷ്യം എന്നും, ആധുനിക വിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പിന്നോക്കവാദിയാണ് എന്നും ഒക്കെ ഉള്ള ഒരു രീതിയിലേക്ക് അവരെ പുറന്തള്ളപ്പെടുന്ന രീതിയിലേക്ക് ലോകം എങ്ങനെയാണ് മാറിയത്? അത് ഈ പറഞ്ഞ രീതി അതായത് എനിത്തിങ് അതർ ദാൻ സയൻസ് ഓർ സയൻറ്റിഫിക് അവർ പ്രിമിറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ മോഡേണിറ്റിയെക്കുറിച്ചുള്ള ക്രിറ്റിസിസം ഒരുപാട് ആ മേഖലകളിൽ നടന്നിട്ടുമുണ്ട് മുൻപ്. കാരണം റിലീജിയൻ അകത്തുകൂടെ കൊണ്ടുവന്നിട്ടുള്ള മനുഷ്യൻ്റെ മൂല്യങ്ങൾ, മനുഷ്യനെ നല്ല രീതിയിൽ വളർത്താൻ അല്ലെ തുടർന്ന് കൊണ്ടുപോകാൻ റിലീജിയൻ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളും മറ്റും
മറുവഴിക്ക് നടക്കുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ ജർമ്മനിലും മറ്റും ഇപ്പോഴും 1850 പോലും ഏറ്റവും അവസാനം അവർ പുതുക്കപ്പെട്ട സിലബസിനകത്തിലൊക്കെ മതപരമായ ചിന്ത നമ്മുടെ ശ്രീ വെള്ളനാട് രാമേന്ദ്രൻ പറഞ്ഞിരുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ സിലബസിൻ്റെ കാര്യത്തിൽ റാണി ഗൗരി ലക്ഷ്മിഭായ് അല്ലേ, ലക്ഷ്മിഭായ് ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഒരു നവോത്ഥാന ചിന്തകൾ അതിനേക്ക് ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് നമ്മുടെ കേരളം എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നുള്ളതിനൊക്കെ ഒരു കാരണം അതുകൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള എന്താണ് പറയുന്നത് രീതിയിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫിലോസഫിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിന്ന ജർമ്മനി ഇപ്പോഴും ചെയ്യാനുള്ളൊരു ട്രെൻഡ് അവിടെയുണ്ട്. ഇപ്പോഴും ഉള്ള പല യൂണിവേഴ്സിറ്റികളും, ബെർലിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും മറ്റ് പലതും അവരുടെ കരിക്കുലത്തിൽ മതത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു റിഫൈൻമെൻ്റ് ഉണ്ട് ഹ്യൂമൻ മൈൻഡിൻ്റെ. അതായത് ഈ പ്രത്യേകിച്ച് ഈ അത്യാർത്ഥിയില്ലേ, എല്ലാം വാരിച്ച് വാരി എനിക്ക് വേണം എന്നുള്ള ഒരു ഗ്രീഡ്, മെറ്റീരിയൽ അക്വസിഷനോടുള്ള ഒരു ഗ്രീഡും മറ്റുമൊക്കെ ഇത് ഒരു വലിയ അളവ് വരെ മതത്തിലൂടെ ഇതിനെ മറികടക്കാൻ കഴിയുമെന്നും അങ്ങനെ കുറേ ചിന്തകൾ അവർ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് വലിയ മനുഷ്യ ചരിത്രത്തിൽ ഒരു വലിയ കാലഘട്ടം ത്തിൽ മനുഷ്യനെ അങ്ങനെ ഒരു കടിഞ്ഞാണിട്ട് നമ്മുടെ മൂക്കേറിട്ട് നിർത്തിയിരുന്നതാണെന്നും അതുകൊണ്ട് മതത്തിനെ നിഷേധിക്കാൻ കഴിയില്ലെന്നും മറ്റും പല പോഡ്കാസ്റ്റുകളും പലതും ഇപ്പോഴും വെസ്റ്റിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് നടക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ഈ പുറകോട്ട് പോക്കൽ ഇപ്പോൾ US കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ട്രംപിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? കംപ്ലീറ്റ് UN തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് UN ഫണ്ട് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്ത്. പിന്നെ അതുപോലെ ക്യാപിറ്റൽ ഹില്ലിൽ ക്യാപിറ്റൽ ഹില്ലിൽ അറ്റാക്ക് ചെയ്ത് പിടിച്ചടക്കിയില്ലേ. അതിനേക്കാൾ എന്താ ജനാധിപത്യ വിരുദ്ധമായ കാര്യം എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഈ ഒരു പ്രക്രിയ ചരിത്രത്തിൻ്റെ അത് മുമ്പോട്ട് പോവുകയും ചെയ്യും. മതമെന്ന് പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണ് അതിനകത്തിൽ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇതിൻ്റെ നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുമ്പോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാതെ കഴിയില്ല. കേരള നവോത്ഥാനം പരാജയമായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഉത്തരേന്ത്യയിൽ നടന്നിട്ട് ഈ നമ്മൾ നവോത്ഥാനവും നമ്മൾ പല പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മതനവീകരണമായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്. സാറിന് അത് നമ്മുടെ സുനിൽ പിള്ളയുടെ ഈ കാര്യം ഊന്നി പറയുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് മതനവീകരണമായിരുന്നു യഥാർത്ഥത്തിലുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു ആധുനിക ചിന്തയുടെ കടന്നുകയറ്റം അല്ലായിരുന്നു. നവോത്ഥാനം എന്ന് പറയുന്നത് ശരിക്കും ആധുനികതയുടെ വരവാണത്. അതിൻ്റെ കടന്നുകയറ്റം അല്ലായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും ഏതൊരു ഇത്രമാത്രം രൂഢമൂലമായിട്ട് അങ്ങ് എന്താണ് ആഴങ്ങളിലേക്ക് വേരൂന്നിപ്പോയ ഒരു സമൂഹം. ഇവിടെ ചർച്ചിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണ് പാമ്പാട്ടികളുടെയും അർത്ഥങ്ങളുടെയും നാടാണെന്ന് പറഞ്ഞ ആശയം. യൂറോപ്പും വ്യത്യസ്തമായിരുന്നില്ല. അല്ല, റെനേസൻസിന് മുൻപ് എന്നുള്ള കാര്യം നമ്മൾ അല്ല, വളരെ ആഴങ്ങളിൽ അത് നടന്നു. അവിടെ നടന്ന ചർച്ചകളും പിന്നെ വാഗ്വാദങ്ങളും യുദ്ധങ്ങളും നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് 4 അഭിപ്രായം പറയുന്ന 4 പേര് ഇവിടെ നമ്മൾ അതിനുവേണ്ടി ഒരു വലിയൊരു ഫിസിക്കൽ വയലൻസിലേക്ക് പോകുന്നില്ലെങ്കിൽ ഈ വാക്കിലൂടെയുള്ള യുദ്ധം ഉണ്ടാവണം. എങ്കിലൂടെ ഈ ആശയത്തിന് സ്ഫുടത വരികയും വ്യക്തത വരികയും ഇതിൽ ജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ. അതവിടെ നടന്നുള്ളൂ. അപ്പോൾ ഇത് അറിയുകയാണെങ്കിൽ നമ്മുടെ 1600 മുതൽ ഈ ഗലീലിയോയുടെ ആ സമയം മുതൽ 1700 ഏതാണ്ട് അവസാനം 1699 വരെ നമ്മൾ എടുക്കുകയാണ്. ആ 100 വർഷം വെസ്റ്റ് അണ്ടർഗോ ചെയ്തിരുന്ന ഒരു ഇൻ്റലക്ച്വൽ ചേണിങ് ഉണ്ട്. അവിടുത്തെ മുഴുവൻ കവികളും മുഴുവൻ ചിത്രകാരന്മാരും മറ്റുമൊക്കെ ഒരുപക്ഷെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത് സഹിക്കാൻ വയ്യാതെ. പെട്ടെന്ന് ഇതുവരെ നമ്മളെ സഹായിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ദൈവം ഇല്ലെങ്കിൽ ഇനി എനിക്ക് ജീവിതമില്ല, ഞാൻ മരിച്ചോളാം. ഒരുപാട് ആൾക്കാർ മരിച്ച് ആത്മഹത്യ ചെയ്ത കേസം. അതായത് ഈ ഒരു ഇൻ്റലക്ച്വൽ ചേണിങ് അല്ലേ, ഇതൊന്നും ഇവിടെ നിന്ന് നടന്നിട്ടില്ല കേരളത്തിൽ. പക്ഷെ ഒരു നവോത്ഥാനത്തിൽ കബീർ വ്യത്യസ്തനായിരുന്നു. കബീറിന് നിരീശ്വരവാദപരമായിട്ടുള്ള ചിന്ത അല്ല, ഇവർ 3 ഈ കബീർദാസ്, സൂർദാസ്, തുളസിദാസ് എന്ന് പറയുന്നതിലെ അതിലെ ഏറ്റവും ഫണ്ടമെൻ്റലിസ്റ്റ് റൈറ്റ് വിങ്ങിൽ നിന്നത് തുളസിദാസാണ്. ഇനി നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ മോഡേണിലോട്ട് വരുന്നുണ്ട്. നെഹ്റുവും പിന്നെ ഗാന്ധിയും തമ്മിൽ എന്തുകൊണ്ടാണ് ഗാന്ധിക്ക് ഇത്രമാത്രം ഒരു ഫോളോവേഴ്സ് ഇന്ത്യയിൽ വരികയും നെഹ്റുവിന് ഉണ്ടാവാതിരുന്നതും? കാരണം പുള്ളി ഒരു യുക്തിവാദിയാണ്. യുക്തിവാദിയിലൂടെ നമ്മൾ പോകില്ല എന്ന പൊതുജനം മാസീവായിട്ട് അങ്ങനെയാണ് നെഹ്റുവിനെ കണ്ടത്. അതായത് പുള്ളി ഒരു പ്രൈം മിനിസ്റ്ററായി മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഗാന്ധിക്കുണ്ടായിരുന്ന ആ ഒരു പോപ്പുലർ അപ്പീൽ അതിൻ്റെ ഒരു 1/3 പോലും നെഹ്റുവിനുണ്ടായിരുന്നില്ല. പുള്ളി മതത്തെ വെച്ച് കളിച്ചത് കൊണ്ടുകൂടാണ്.
അല്ല, ഗാന്ധിജി അടിസ്ഥാനപരമായിട്ട് മതവിശ്വാസം പുലർത്തിയിരുന്ന ആളും അതിൻ്റെ പ്രാധാന്യം ഉടനീളം ജീവിതത്തിലുടനീളം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ആളുമാണ്. അല്ല, മരിക്കുന്നവരെ പുള്ളിക്ക് അതുണ്ടായിരുന്നല്ലോ. അതായത് എനിക്ക് ഭയമില്ല, എനിക്ക് എന്തുകൊണ്ട് ഭയമില്ല, കാരണം ഞാനൊരു വിശ്വാസിയാണ്. ഗാന്ധിജിയുടെ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, ഗാന്ധിജിയുടെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണ്, നിരീശ്വരവാദപരമായിട്ടുള്ള ചിന്തകൾ പുള്ളിയെ ആക്രമിക്കുന്നുണ്ട് ചില സമയത്ത്, ദൈവത്തിൻ്റെ അസ്തിത്വം പറ്റിയൊക്കെ. അപ്പം ഗാന്ധി അതിനുള്ള എക്സ്പ്ലനേഷൻ പറയുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് മാത്രമാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ട് ദൈവം ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ ആ ചിന്തയെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമാണ് ഗാന്ധിജിക്ക് പറയാനുണ്ടായിരുന്നത് നിരീശ്വരവാദത്തെ പറ്റി. ഗാന്ധിജി പലപ്പോഴും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതായി തന്നെ വേറെ ഗാന്ധിജി തിരിച്ചാക്രമിക്കാൻ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് മലയാളികളെ അറിയാം. അതായത് കൊച്ചിയിൽ കപ്പലിറങ്ങുന്നവർ അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു പരാതി ഗാന്ധിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, അവർക്ക് പല്ലും നഖവും ഉണ്ടല്ലോ, തിരിച്ചാക്രമിച്ചു. അല്ല, വേറെ നിരവധിയാണ്. എല്ലാ വ്യക്തികൾ അല്ലെ, നമ്മൾ ഓരോരുത്തരും വൈരുദ്ധ്യത്തിന്റെ വക്താക്കളായിരിക്കണം. അതിലൂടെ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അത് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം എന്ന അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ, ഈ രാമൻ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ഇപ്പം ഈ BJP പാർട്ടി മാത്രമല്ല, കോൺഗ്രസിൻ്റെ പാർട്ടി ആയാലും ശരി തന്നെ പലരും രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കാണാം. ഇപ്പം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മിക്കവാറും അവരുടെ വേഷം ഹിന്ദുത്വത്തിൻ്റെ കുറികളും വേഷം വിട്ട് നടക്കും. നേരെ നമ്മൾ വരുമ്പോൾ ഈ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ജീൻസ് പാൻറ്റും ടീഷർട്ടും ഇട്ട് ആധുനികത സ്വീകരിച്ചുകൊണ്ട് വരും. ഞാൻ പറയാം ഇതിന് വേറൊന്നും കൂടെ കെജ്രിവാളിനെ കുറിച്ചൊക്കെ വ്യക്തമായ കെജ്രിവാൾ യഥാർത്ഥം പറഞ്ഞാൽ വ്യക്തിപരമായി നമുക്കറിയാവുന്ന അദ്ദേഹം ഒരു നാസ്തികനാണെന്നാണ്. പക്ഷേ എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് പല ആൾക്കാരും, അതായത് സരളി ഡെമർക്കിൻ്റെ ഒരു ടോക്ക്, സരളി ഡെമർ ഒരു സുഹൃത്താണ്, അങ്ങനെ അദ്ദേഹം ജാനുവിലുള്ള സൗഹൃദത്തിൽ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, എന്നാലും പുള്ളിയും ഒരു അഭിനയം. അതെനിക്ക് ഖണ്ഡിച്ച് പറയാൻ പറ്റും, ഉറപ്പായിട്ടും ഖണ്ഡിച്ച് പറയാൻ പറ്റും. കേജ്രിവാൾ നാസ്തികനല്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഉറക്കി പ്രഖ്യാപിച്ചിട്ടുള്ള ആളായിരിക്കാം. അല്ല, നമുക്ക് ഇത് അപ്പം ഈ മതചിഹ്നങ്ങളും മതരാഷ്ട്രീയങ്ങളും എല്ലാവരും സ്വീകരിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്രത്തോളം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. മതത്തെ നമ്മൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി നമ്മൾ വളരെയധികം ഈ ലോകം ഒട്ടാകെ ആധുനികയിലേക്ക് പോവുകയും ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഇപ്പം തന്നെ കണക്ക് പറഞ്ഞ യൂറോപ്പ് നമ്മൾ 100 വർഷത്തെ വ്യത്യാസമുണ്ടെന്നാണ്. അപ്പോൾ ഇനി അതായത് നമ്മുടെ നാട്ടിൻ്റെ കൃഷി, ദാരിദ്ര്യം, കുടിവെള്ളം, മറ്റ് തൊഴിലില്ലായ്മ, ഇതൊന്നും ചർച്ച ചെയ്യാതെ രാഷ്ട്രീയ പാർട്ടികൾ ഈ മതചിഹ്നങ്ങളെയും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, ഇന്ത്യയുടെ അവസ്ഥ ആയിരിക്കും. ഇപ്പം തന്നെ പല സർവേകളിലും ഇന്ത്യ വളരെ താഴെയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ എത്രയോ താഴെയാണ്. അപ്പം പല ആൾക്കാരും ഇന്ത്യ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പല ആൾക്കാർ ഇന്ത്യ വിട്ട് അതായത് ചിന്തിക്കുന്ന ആൾക്കാർ ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ വരുന്നുണ്ട്. അപ്പം മതരാഷ്ട്രീയം വളരെ പിന്നോക്കം കൊണ്ടുപോകുന്നില്ലേ എന്നൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മളെ. അല്ല, അതിൽ എനിക്ക് വേറെ കാര്യം, ഈ മറ്റ് രാജ്യങ്ങളിലെ മത രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അധികാരം പിടിച്ചെടുക്കുന്നതും ഇന്ത്യയിലെ മതരാഷ്ട്രീയം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ മതരാഷ്ട്രീയം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ എന്ന് പറയുന്ന അജണ്ടയുടെ പേരിൽ ഭരണം പിടിച്ചെടുത്താൽ ഇവിടെ യഥാർത്ഥത്തിൽ മത സമ്പ്രദായമല്ല നടപ്പിലാകാൻ പോകുന്നത്, ജാതി സമ്പ്രദായമാണ്. ഇതേറ്റവും വലിയ അപകടകരമാണ്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ ഒരു ദേശീയ ചിഹ്നമായിട്ട് അല്ലെങ്കിൽ ദേശീയ മുഖമായിട്ട് തന്നെ നമ്മുടെ അയോധ്യയിലെ ക്ഷേത്രം ഉയരുമ്പോൾ അതിനകത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ നിലവിലത്തെ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് വിധവ ആയതുകൊണ്ടായിരിക്കും, ക്ഷേത്രത്തിൽ വിധവയ്ക്ക് വന്നാൽ അത് മോശമായി എന്ന് കരുതി. പക്ഷേ എന്തുകൊണ്ട് മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിനെ ക്ഷണിച്ചില്ല? അദ്ദേഹം പിന്നോക്കക്കാരനാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയിലെ മതരാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായും ജാതി രാഷ്ട്രീയമാണ്. വെറും 2-3% വരുന്ന ബ്രാഹ്മണ്യത്തിന് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ന് വരെ കേന്ദ്ര മന്ത്രിസഭയിൽ കൊടുത്തിട്ടുള്ള സ്ഥാനമെന്ന് പറയുന്നത് 50-60 ഇടയ്ക്ക്. 50-60 ഇടയ്ക്ക് ശതമാനം സ്ഥാനം അവരെല്ലാ കാലത്തും, അതായത് 80-85 മന്ത്രിമാരുണ്ടെങ്കിൽ അതിനകത്ത് 40-50-55 മന്ത്രിമാർ ഈ ഒരു പിന്നെ ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ അപകടകരമായൊരു സ്ഥിതിയാണ്. മറ്റ് രാജ്യങ്ങളിൽ മതത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വരുന്നത് പോലെയല്ല ഇവിടുത്തെ മത രാഷ്ട്രീയം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് മറ്റൊന്ന് എനിക്ക് ചേർക്കാനുള്ളത്,
നമ്മൾ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യയാണ് കുറച്ച് പ്രോബ്ലമാറ്റിക് ഉള്ളത്. മതത്തിനെ മുറുകെ പിടിക്കുന്ന സമീപനം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളാണ്. എന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് അത്ര അങ്ങനെയുള്ള പ്രവണത വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയപരമായിട്ട് പോലും മുതലെടുപ്പുകളില്ല. ഇപ്പം സാർ നേരത്തെ പറഞ്ഞത് തന്നെ രാഷ്ട്രീയ മുതലെടുപ്പല്ല അതൊരു ഇപ്പം ജർമ്മനിയിൽ മതസ്ഥാപനങ്ങൾ ഉയർന്നു വരുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ സാമൂഹികമായിട്ടുള്ള ഒരു ചക്രം തിരിക്കലിനാണ് അത് ഉപയോഗിക്കുന്നത്, സെറ്റിങ്സിലാണ് അവർ ഉപയോഗിക്കുന്നത്. അവിടെയും പൊളിറ്റിക്സിലോട്ട് വരുന്നില്ല. കാരണം അവിടുത്തെ പൊളിറ്റിക്സ് പാർട്ടി പണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മതപരമായിട്ട് വോട്ട് പിടിച്ച പാർട്ടികളാണ്. പക്ഷേ ഇപ്പോൾ ആ പേരിൽ മാത്രം ഇപ്പോൾ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി, ഇപ്പോൾ ജർമ്മനിയിലെ വളരെ പ്രബലമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി. അവർ ക്രിസ്തു മതത്തെ പറ്റി ഒന്നും പറയാറില്ല. ഇപ്പോൾ ആ പേരിൽ മാത്രമാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത്, മറ്റൊന്നും അവർ ചെയ്യാറില്ല. കാരണം അത് പറഞ്ഞാൽ പിന്നെ അവർക്ക് അത് വോട്ട് കിട്ടില്ല. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ചൈനയെ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ചൈന വൻ മുന്നേറ്റങ്ങളാണ് എല്ലാ രംഗത്തും നടക്കുന്നത്, വൻ അതിശയകരമാണ്. ചൈനീസ് ബ്രാൻഡുകൾ ലോകം കീഴടക്കുന്ന ഒരു സമയം വളരെ സമീപസ്ഥമായിരിക്കും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി. ഇപ്പോൾ അവർക്ക് പുതിയ ടെക്നോളജിയിലൊക്കെ അവർ വൻ കുതിപ്പുകളാണ് നടക്കുന്നത്. പണ്ട് അവരെ പറ്റി പറയുന്നത് അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, അവർക്ക് പേറ്റൻറ്റ് അടിച്ചു മാറ്റുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ചൈന വളരെയധികം മാറി. കാരണം ചൈനയിൽ ഒരു നിരീശ്വരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭൗതികപരമായിട്ടുള്ള ഭരണകൂടമാണുള്ളത്. അവിടെ മതത്തിന് അവിടെ ഒരു ഇടവുമില്ല. ചൈനയിൽ ഇപ്പം ഇന്ത്യ വളരെ പുറകിലാണ്. ഇപ്പോൾ റിസർച്ച് പേപ്പറുകൾ, ഇപ്പം PhD എടുക്കുന്ന പേപ്പറുകൾ ഇന്ത്യയുടെ സ്ഥാനം വളരെ കുറവാണ്. അതായത് ഒരു 1000 പേപ്പർ കുട്ടികൾ എഴുതുകയാണെങ്കിൽ ആ റിസർച്ച് പേപ്പർ 1000 ഉണ്ടെങ്കിൽ 1% പോലും ക്വാളിറ്റി ഇല്ല. അതായത് ചൈനയിലാണെങ്കിൽ 90% ക്വാളിറ്റി പേപ്പറാണ്. PhDക്ക് വേണ്ടി കുട്ടികൾ എഴുതുന്ന പേപ്പറിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന സംഘടനയാണ് കണ്ടുപിടിച്ചത്. വളരെ കോപ്പി പേസ്റ്റാണ്. ഇന്ത്യയിൽ നടക്കുന്ന റിസർച്ചുകൾ കുട്ടികൾ എഴുതി വയ്ക്കുന്ന റിസർച്ചിൽ വെറും കോപ്പി പേസ്റ്റാണ്. ചൈനയിൽ വളരെയധികം, ഇത് എല്ലാ രംഗത്തും ചൈന വളരെയധികം മുന്നിലാണ്. കാരണം അവർക്കത് അറിയാം, സയൻസിനെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യം അവിടുത്തെ ഭരണകൂടത്തിന് അറിയാം. അതുകൊണ്ട് ഇന്ത്യയുടെ അവസ്ഥ തന്നെ, നമ്മളുടെ തന്നെ അവസ്ഥ തന്നെ വളരെയധികം പരിതാപകരവും വളരെയധികം അപകടകരമായ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയത്തിന് വേണ്ടി പലതും നമ്മൾ ബലി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് പക്ഷേ നമ്മുടെ ജനത അത് അറിയുന്നില്ല. ഇതിൻ്റെ അപകടാവസ്ഥ അറിയണമെങ്കിൽ 10-20 വർഷം കഴിയുമ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു, ചൈന എവിടെ നിൽക്കുന്നു നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. നമ്മളിപ്പോഴും ഒരു മാർക്കറ്റ് എക്കോണമിയിൽ തന്നെ നമ്മളിപ്പോഴും ഒരു വിഭവങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമാണ്. ഈ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാറുകൾ എല്ലാവരും വാങ്ങിച്ചു കൂട്ടുന്നു. അത് അങ്ങനെ ഒരു ഇതല്ല, നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കൃത്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈവൻ നമ്മളിപ്പോൾ ഒരുപാട് കാർ മാനുഫാക്ചേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. ഇന്ത്യക്ക് പുറത്തൊരു ആഗോള ബ്രാൻഡ് എവിടെയാണുള്ളത്? ഇനി സോഫ്റ്റ്വെയർ രംഗത്ത് ഒരു സോഫ്റ്റ്വെയർ ബ്രാൻഡ് ഇന്ത്യക്ക് പറയാനുണ്ടോ? ഇൻഫോസിസ് ഉണ്ട്, പക്ഷേ അതെല്ലാം ഒരു IT എനേബിൾഡ് സർവീസാണ് വേണ്ടത്. ഒരിക്കലും IT അല്ല. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഞാൻ പറയാം, ടാലി എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ടാലി ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ള സാധനമാണ്. മറ്റെന്ത് പ്രോഡക്റ്റാണ് നമുക്കുള്ളത്? ഈ സോഫ്റ്റ്വെയർ രംഗത്ത് ഒന്നുമല്ലാത്ത റഷ്യയ്ക്ക് പോലും വളരെ പ്രബലമായിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. കാസ്പർസ്കി റഷ്യൻ സാധനമാണ്. പക്ഷേ നമ്മുടെ ബുദ്ധി എവിടെയാണ് പോയത്? ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് വെറുതെ ഒരു ഗെയിം മാത്രമല്ല, ഒരു പ്ലേ ഗ്രൗണ്ട്, രാഷ്ട്രീയക്കാരുടെ പ്ലേ ഗ്രൗണ്ടാക്കി വിട്ടുകൊടുക്കുന്നത് വളരെയധികം അപകടം തന്നെ ചെയ്യുന്നു. കാരണം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്നുള്ള ജനതയെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണിത് മൊത്തത്തിൽ. അല്ലേ, ഈ ചൈനയിൽ മതമില്ലെന്ന് പറയുന്നത് ശരിയല്ല, മതമുണ്ട്. അവിടെ ആരാധനയും അനുവദിക്കുന്നുണ്ട്. ഞാൻ പോയതാണ്, അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ അവരെ പൊതുരംഗത്ത് പൊതുപ്രവർത്തനത്തിന് അനുവദിക്കില്ല എന്ന്. അമ്പലത്തിനകത്ത് ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ഈ അവരുടെ ബുദ്ധമത ദേവാലയത്തിനകത്ത് അതിനകത്ത് രാഷ്ട്രീയമോ അവിടെ പോസ്റ്റർ ഒട്ടിക്കാനോ ഈ മൈക്ക് വെച്ച് ഇതുപോലുള്ള ബഹളമൊന്നും അനുവദിക്കില്ല. അവർക്ക് ആരാധനയാവാം, അതൊക്കെ ചെല്ലാം, അതവരുടെ സ്വകാര്യമായി നിലനിന്ന് പോകാം. ബാക്കി ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ പറഞ്ഞതുപോലെ അവിടുത്തെ റോഡും അവർ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഈ റോഡ് ഒരു സ്ഥലത്ത് ഈ കൃത്യമായി ഈ നൂല് പിടിച്ച് കെട്ടിയതുപോലെ മരം വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിച്ച ഗൈഡിനോട് ചോദിച്ചാൽ പറഞ്ഞാൽ റോഡ് പണി ചെയ്യാനാണ് മരം വെച്ച് പിടിപ്പിക്കുന്നത്. മരം വെച്ച് പിടിപ്പിച്ചിട്ട് റോഡ് അവർ നിർമ്മിക്കും, നമ്മൾ മരം മുറിച്ചിട്ട് റോഡ് നിർമ്മിക്കുക. വ്യത്യാസം കൂടെ ഉണ്ടെന്നറിയാം. നമുക്ക് ഇത് ചുരുക്കാന്ന് തോന്നുന്നു, ഈ ടേബിൾ ടോക്ക് ചുരുക്കാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന സാറേ, ഇപ്പം ഈ ക്ഷേത്രം പണിതു, അത് മൊത്തം പണം എത്രയാണെന്ന് അറിയില്ല. ഇതെല്ലാം നമ്മളെ ഈ രാജ്യത്തുള്ള പണമാണല്ലോ. ഒരു ക്ഷേത്രം പണിയുക, പുരോഗമന പക്ഷികൾ പറയും ക്ഷേത്രം പണിയുന്നതിനേക്കാളും സ്കൂളുകളും ആശുപത്രികളും പണിയുക എന്നാണ് ആധുനികതയുടെ രീതി എന്ന് പറഞ്ഞത്. നമ്മളെവിടുത്തെ ഒരു മുൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പുരോഗമന കക്ഷികളെല്ലാം ഇപ്പോൾ ലോകത്തോടത്തും ഇങ്ങനെയുള്ള സാധനം വരുന്നില്ല. ഇപ്പോൾ യൂറോപ്പിൽ പള്ളികളെല്ലാം ഈ നൃത്തശാലകളും ഹോട്ടലുകളും ബാറുകളായി മാറുമ്പോൾ
ഇവിടെ കോടികൾ മുടക്കി ക്ഷേത്രങ്ങൾ പണിയുന്നു, കോടികൾ മുടക്കി ശില്പങ്ങൾ നിർമ്മിക്കുന്നു. നമുക്ക് ചികിത്സ ലഭിക്കാനുള്ള ആശുപത്രിയിലെ എണ്ണം വളരെ കുറവാണ്. രാജ്യത്തെ നേഴ്സുമാരുടെ എണ്ണം, ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. മറ്റ് പൊതുജന ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ മുന്നോക്കം പോയിട്ടില്ല ഇല്ല കാലം. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മതരാഷ്ട്രീയമാണ് ഇവർ കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഭരിക്കുന്ന പാർട്ടി വീണ്ടും മതരാഷ്ട്രീയത്തിൽ കൊണ്ടുപോകുമ്പോൾ പ്രതിപക്ഷവും അതിൽ എതിർക്കുന്നില്ല. ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് എതിർക്കുന്നില്ല. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവരും ഇതിന് പറയുന്നില്ല. അപ്പം സൂചിപ്പിച്ച കാരണം അതെ. അപ്പം ഇങ്ങനെ മതത്തിൽ കുളിച്ച് കിടക്കുന്ന, അപ്പം നേരത്തെ മതത്തിലും ജാതിയിലും കുളിച്ച് നടക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മോചനം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് സയൻസ് ആണെന്നുള്ളതാണ്. സയൻസിനെ ഇവർ വേറെ രീതിയിൽ വക്രീകരിക്കുന്നുണ്ട്. ഈ സയൻസ് തന്നെ ഇവർ വർഗീകരിക്കുന്നതിന് കാര്യത്തിലാണ്. അത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ്. അതായിരുന്നു ഇതിലുണ്ട് എന്നത്. ചാണകത്തിൽ സയൻസ് ഉണ്ട്, ഗോമൂത്രത്തിൽ സയൻസ് ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെ അത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ആയുഷ് എന്ന ഒരു പദ്ധതിക്ക് വേണ്ടി അനേകം പണം മുടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആയുഷ് എന്ന പദ്ധതി എന്ന് പറയുന്നതിൻ്റെ എല്ലാ കാറ്റഗറി, ഇപ്പോൾ ആയുർവേദം, ഹോമിയോ ഒക്കെ എടുത്തത് തന്നെ ലോകത്ത് അൺസയൻറ്റിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിൽ കടിച്ച് നോക്കി അറിയാം, അത് ചികിത്സാ രംഗത്ത് കപടശാസ്ത്രമാണെന്ന് ശാസ്ത്രലോകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ഇതിലേക്ക് കൂടുതൽ പണം മുടക്കുന്ന രീതി ആധുനിക വൈദ്യശാസ്ത്രത്തിന് ആ രീതിയിൽ ചെയ്യുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മതത്തിൽ കുളിച്ച് നടക്കുന്ന ഒരു സമൂഹത്തെ അതിൽ വീണ്ടും കുളിപ്പിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരികയാണ്. വീണ്ടും കുളിപ്പിക്കുക. അപ്പോൾ അപ്പോഴാണ് ഈ ഏറ്റവും മഹത്തായ ഈ സംഭവമായിട്ട് അവർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പണമൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്നാണെന്നുള്ള സംശയം ഒക്കെ പൊതുജനങ്ങൾക്കുണ്ട്. അത് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അവിടെ നമുക്ക് കൺക്ലൂഡിൽ നിർത്താമെന്ന്. അല്ല, ഇതിനെല്ലാം വേണ്ടുന്ന പണം കണ്ടെത്തൽ എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിലുള്ള പണം തന്നെയാണ് ആത്യന്തികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചെല്ലുന്നത്. അത് പക്ഷേ ചെല്ലുന്ന ആ റൂട്ട് പല രൂപത്തിലാണ്. അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ടാക്സ് രൂപത്തിൽ വരുന്ന പണം പല പ്രോജക്റ്റുകളിലൂടെ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിലൂടെ ആ പൈസ ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചേരും. അതുകൂടാതെ സ്വകാര്യ ഇപ്പം അദാനിയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അംബാനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ വലിയ പൊളിറ്റിക്കൽ ഫണ്ടിങ്, ഇപ്പോൾ പ്രത്യേകിച്ച് 1916 സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ ഇതല്ലേ ഇലക്ട്രൽ ബോണ്ട് ആക്ട് പ്രകാരം അതിനകത്തിൽ ഒട്ടും തന്നെ സുതാര്യതയില്ല. ഇത് ആര് തന്നു, എത്ര തന്നു എന്നുള്ളത്. അപ്പോൾ അതായത് പൊളിറ്റിക്കൽ ഫണ്ടിങ് ഈ പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ സുതാര്യതയെ അതിൻ്റെ ആ ഒരു വിശുദ്ധിയെയും സൂക്ഷിക്കുന്നതാണ്, അത് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഫണ്ടിങ് അതിനെ തികച്ചും സുതാര്യമല്ലാതാക്കിയപ്പോൾ ഏത് തരത്തിലുള്ള ഫണ്ടിങ് വേണമെങ്കിലും ഇവിടേക്ക് വന്ന് അതിനെ ചെയ്യാം. നമ്മൾ കേരളത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ തന്നെ ഓർഗനൈസ് ചെയ്യുന്നതിൽ റൂളിംഗ് പാർട്ടി ചിലവാക്കുന്ന പൈസ എത്ര കോടികളാണെന്നും ഇത് വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എന്താണ് പറയുന്നത്, ഒരു അവിടെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പല പ്രവണതകളിലൂടെയാണ് ഈ പൈസയെല്ലാം സ്വരൂപിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. 10,000 വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സത്യസന്ധതയോ അല്ലെങ്കിൽ സഹജീവികളോടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എല്ലാം തന്നെ, ഇപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, ഈ തുടങ്ങിയ കൺസെപ്റ്റ് വെറുതെ ഒന്നും ഉണ്ടായതല്ലല്ലോ. 10,000 വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ അവരുടെ വളരെ കഠിനമായ ജീവിതത്തിലൂടെ സ്വാംശീകരിച്ചെടുത്ത മൂല്യങ്ങളാണ്, എറ്റേണലായ മൂല്യങ്ങളാണ്. അത് ലോകത്ത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്, മാറ്റമില്ലാതെ. നീതി നമുക്കാവശ്യമുള്ളതുപോലെ തന്നെ US ഒരു അടിമയ്ക്കും ഒരു ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള മറ്റൊരാൾക്ക് പോകും, അതുപോലെ ഓരോന്ന്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പുറകോട്ട് പോകപ്പെടുന്നു എന്നുള്ള കാര്യം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കിപ്പോൾ 63 വയസ്സ് കഴിഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ അതേ പ്രായം ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ, അവന് നായരായിരുന്നു. അവൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ അവൻ വെച്ചില്ല. അതിൻ്റെ കാരണം അവൻ്റെ അച്ഛൻ ഒരു CPMലെ അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായിരുന്നില്ല. പക്ഷേ എങ്കിലും അയാളുടെ തിങ്കിങ്ങിൽ ഞാൻ ഈ പേര് വെച്ചാൽ മോശമാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് പേരിൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ മോശമാണ് എന്നൊരു തോന്നൽ, അതായത് മറ്റുള്ള ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് പറയും എന്നൊരു തോന്നൽ വെച്ചിട്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട്
സർവീസിൽ കയറി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവനെ തിരിച്ചറിഞ്ഞിട്ട് അവൻ തനിയെ തന്നെ ആ പേരിൻ്റെ കൂട്ടത്തിൽ നായർ വെച്ചിട്ട് ഇങ്ങനെ കയറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിലേ, നമ്മുടെ ഈ ശരിക്കും ഇന്ത്യൻ മതങ്ങളുടെ സ്വഭാവം, അത് ഹിന്ദു ആണെങ്കിലും ഏത് മതമാണെങ്കിലും, ഇത് ജാതി അധിഷ്ഠിതമാണ്. ഈ ജാതിയുടെ ഒരു പ്രത്യേകത, ഇത് ഐഡൻറ്റിറ്റിയെ ആയിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഡോക്ടർ കുഞ്ഞാമൻ ഇതിനെക്കുറിച്ച് പുള്ളിയുടെ ചർച്ചകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫസർ സതീഷ് ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞാൽ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ഒരാൾ കഴിഞ്ഞൊരു 4-5 വർഷം മുമ്പ് എഴുതിയ ഒരു ആർട്ടിക്കിളിലത് അതായത് എക്കാലം വരെ നമുക്ക് ഈ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ കാസ്റ്റിൻ്റെ, ജാതിയുടെ ഈ ഇതൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷനാണ്. വ്യക്തിക്ക് ഐഡൻറ്റിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. അത്രമാത്രം പ്രാധാന്യമാണ് ഐഡൻറ്റിറ്റി ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി കൊടുക്കുന്നു, എങ്ങനെയാണത് കൊടുക്കുന്നത്? ഈ ശ്രേണി ബന്ധത്തിലൂടെയാണ്. തൊട്ട് മുകളിൽ നിൽക്കുന്ന ആളിന് തൊട്ട് താഴെയുള്ള ആളിനെ ചവിട്ടിത്താക്കാൻ ഉള്ള അധികാരം അങ്ങ് കൊടുക്കുകയാണ്, കൽപ്പിച്ച് കൊടുക്കുകയാണ്. ഈ നിൽക്കുന്ന ആളിനോ മുകളിലോട്ട് ചവിട്ടാൻ പറ്റിയില്ല, ഞാൻ അടി വേറൊരാൾ ചവിട്ടാനുണ്ട്. ആ നിൽക്കുന്ന ആളിനും അങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു ശ്രേണി ബന്ധത്തിൽ ഹൈറാർക്കിക്കലായിട്ട് ബോട്ടം ടു ടോപ്പ് എന്ന് വെച്ചിട്ട് എല്ലാവർക്കും എക്സെപ്റ്റ് താഴെ അറ്റത്തുള്ള ആളിന് ഒഴികെ ബാക്കി എല്ലാവർക്കും മറ്റൊരാളെ ചവിട്ടി താഴ്ക്കാനുള്ള ആ ഒരു അവസരം കിട്ടുന്നത് കൊണ്ട് അയാളുടെ ഐഡൻറ്റിറ്റി സ്ഥാപിച്ചെടുക്കുകയാണ്. വേറെ ഒന്നുമില്ലെങ്കിലും എനിക്ക് ഇതുണ്ടല്ലോ, ആ ആശ്വാസത്തിൽ അയാൾക്ക് ജീവിക്കാം, മരിക്കണ്ട. പക്ഷേ ഏറ്റവും താഴെയറ്റത്തെ ആളിന് അതില്ല. അവിടെയാണ് ശരിക്കും ആ രോഷം ഉയർന്നു വരാറ് പലപ്പോഴും സമൂഹത്തിൽ. അതെ. അപ്പോൾ ഇത്തരം മതരാഷ്ട്രീയം ശക്തമാകുന്നത് രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോകുന്നതിനല്ല ആണ് നമ്മൾ ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഈ മതരാഷ്ട്രീയത്തിനെതിരെ നമ്മുടെ ഗ്രൂപ്പുകളും സംഘടനകളും മറ്റ് സമാന്തരമായ സംഘടനകളെ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറുകളും ചർച്ചകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.